ദിവസമായി ഇതുവരെയ്ക്കും എൻ്റെ സീൻചേട്ടൻ അവർ തിരിച്ചുകൊണ്ട് തന്നത്. ഞാൻ ഇവിടെ സംഭവിച്ച അന്ന് ഇവിടെ ഒരു ദിവസം മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഭർത്താവിനെ തിരക്കി തരാമെന്ന് പറഞ്ഞ് വൈകുന്നേരമായിട്ട് ഒരു തെരച്ചിലും കണ്ടില്ല. ഒരു ബോട്ട് ഇറങ്ങി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി, എന്നിട്ട് പറഞ്ഞ് കടലടി ആയതുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് തരാമെന്ന്. ഇന്ന് 8 ദിവസമായി ഇതുവരെയ്ക്ക് തിരക്കുന്നേ ഞാൻ കണ്ടില്ല. എൻ്റെ സീൻചേട്ടൻ ഇവിടെ എത്തിയതുമില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കാര്യമായ നിലയിലുള്ള ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കടലിൽ പോയി കാണാതായിട്ടുള്ള ഈ തിരുവനന്തപുരം ജില്ലയിലെ 3 പേരുണ്ട്. ഇവരുടെ എല്ലാം കുടുംബാംഗങ്ങൾ തന്നെ ഈ സർക്കാരിലുള്ള പ്രതീക്ഷ കൈവിട്ട് പരസ്യമായി സമരത്തിലേക്ക് വരുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് കക്ഷിരാഷ്ട്രീയ അതീതമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുക. കേരള സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ തടസ്സപ്പെടുത്തുന്ന പുതിയ ഓർഡർ കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി അത് തിരുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പതുക്കെ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് മേടിക്കേണ്ടി വരും അഥവാ അക്കൗണ്ടിലായി കഴിഞ്ഞാൽ. അപ്പോൾ വേറൊരാളെ ഏൽപ്പിച്ച് വിട്ടാൽ അവർ ഈ ബാങ്ക് അക്കൗണ്ട് കൊണ്ടുവന്ന് ഈ പ്രായമായ വളരെ ദുർബലരായ വിഭാഗമാണ് ഈ ഇത്രയും ഇത് കിട്ടുന്നത്. അവർക്ക് കയ്യിലേക്ക് പണം കിട്ടാതെ വരും. അതൊരു വലിയ അപകടകരമായ സ്ഥിതിയാണ്. ബോഡിയുമായിട്ട് കോഴിക്കോട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ദുർഗന്ധം ആയി വണ്ടി മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അവർ അവിടുന്ന് ചാവക്കാട് എത്തിയപ്പോഴാണ് ഇനി മുമ്പോട്ടേക്ക് പോകില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഫ്രീസർ കൊണ്ടുവന്ന് ശവശരീരം ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. റവന്യൂ വകുപ്പ് ഒരു തരത്തിലുള്ള കാര്യവും ഇടപെട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഏകോപനമില്ല. ഇവരെല്ലാം എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുമില്ല. അമ്പമ്പോ, ഈ വിസ്മയം കണ്ട് കണ്ണു തള്ളുകയാണ് കേരളം. പ്രളയ സമാനമായ കേവല സാഹചര്യം എത്തിയപ്പോൾ തന്നെ അടിമുടി ഉലഞ്ഞു മറിയുന്നു. മുന്നറിയിപ്പ് നൽകാതെ ജനങ്ങളെ വെള്ളത്തിലിട്ടു. കാണാതായ മത്സ്യത്തൊഴിലാളികളെ തെരയുന്നതിൽ പോലും അനാസ്ഥ. പൊഴിമുറിക്കാതെ കുട്ടനാടിനെ അടക്കം വെള്ളത്തിൽ താഴ്ത്തി. അപരനെ രക്ഷിക്കാൻ ജീവൻ നൽകിയവനെ അപമാനിച്ചുകൊണ്ടുള്ള ക്രൂരത. ലക്ഷങ്ങൾ ക്യാമ്പുകളിലെത്തിയ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം 2018 നാം കണ്ടതാണ്. എത്ര ഗംഭീരമായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്ന് അലമുറയിട്ട് കരയേണ്ടി വന്ന മത്സ്യത്തൊഴിലാളികളും കടലിൻ്റെ മക്കളും വന്ന് സൈന്യമായി, കേരളത്തിൻ്റെ സേനയായി നമ്മളെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇന്ന് ക്യാമ്പുകളിലെത്തിയവർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആധികേറി അവതാളത്തിലാകുന്നു. കൂടാത്തതിന് ക്ഷേമ പെൻഷനിലും മോണ കാട്ടി ചിരിച്ചവരുടെ കഞ്ഞിയിൽ മണ്ണിടുന്നു. എല്ലാത്തിനും ഉത്തരം മുൻ സർക്കാരത്രേ. മാസങ്ങൾ പിന്നിട്ടിട്ടും മികവില്ലായ്മയ്ക്ക് മുൻ സർക്കാരിനെ പഴി പറയുന്നത് വിസ്മയമല്ല, വിവരക്കേടാണ്. വാചകമടിക്കുന്നത് പോലെയോ നുണനിർമ്മാണം പോലെയോ അല്ല ഭരണം, അതിന് മികവ് വേണം. വാർത്താ സമ്മേളനം നടത്തിയ ശേഷം സൈബർ വിങ്ങിനെ ഉപയോഗിച്ച് തള്ളിമറിച്ചാലൊന്നും ഭരണമാകില്ല മുഖ്യമന്ത്രി. സർക്കാർ മികവില്ലായ്മയുടെ വിസ്മയം തീർക്കുമ്പോൾ അർഹതകൾക്കും അവകാശങ്ങൾക്കുമായി അലമുറയിട്ട് കരയണോ വി.ഡി. സതീശ ഞങ്ങളുടെ ജനങ്ങൾക്ക്? നമുക്ക് ചർച്ച ചെയ്യാം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: പി.കെ. ഗോപൻ, CPIM നേതാവ്; രജിനസ് ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ്; M. ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ; രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹിക നിരീക്ഷകനുമായ രതീഷ് ചക്രപാണി. ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം കോൺഗ്രസ് വക്താവ് രജിനസ് ഉണ്ണിത്താനിലേക്ക്. രജിനസ് ഉണ്ണിത്താൻ, എന്താണ് ഈ കാണുന്നത്? ഒരു പ്രളയം യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യം. അപ്പോൾ തന്നെ നിങ്ങളുടെ സർക്കാരിന് ഈ തരത്തിലാണ് പെർഫോമൻസ് എങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് കേരളം ഇനി നേരിടാൻ പോകുന്നത്? മത്സ്യത്തൊഴിലാളികളടക്കം കരയുകയാണ്. 4 പേരെ കാണാനില്ല. അവരുടെ തെരച്ചിൽ പോലും ശരിയാവണ്ണം നടക്കുന്നില്ല. രജിനസ് ഉണ്ണിത്താൻ. നോക്കൂ അജിംഷാദെ, പ്രളയം വന്നില്ല എന്ന് പറയുന്നതിനപ്പുറം ഈ ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഡാം മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കറക്റ്റായിട്ടുള്ള നിലപാടെടുത്തതിന്റെ പേരിലാണ് പ്രളയം വന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഇന്ന് നിങ്ങൾക്ക് പോലും സംസാരിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയും വരുന്നു. കാരണം ഈ സർക്കാർ
അല്ല എണ്ണി എണ്ണി പറയാം. ഈ സർക്കാർ ഒരിക്കലും അർദ്ധരാത്രിയിൽ വെള്ളം തുറന്നു വിടുകയില്ല എന്ന് പറഞ്ഞ് തുറന്നു വിട്ട സർക്കാരല്ല. ഈ സർക്കാർ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിപ്പോ റാന്നിയിലായിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, മുന്നറിയിപ്പില്ലാതെയാണ് നിങ്ങൾ ഡാമുകൾ തുറന്നത്. മൂഴിയാറിലടക്കം എവിടെയാണ് മുന്നറിയിപ്പില്ലാതെ മൂഴിയാറിലടക്കം നിങ്ങൾ മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നു. മാത്രമല്ല, ഈ വെള്ളക്കെട്ടിന് എല്ലാ ഉത്തരവാദിത്വം നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. അത് അവിടുത്തുകാർ പറയുന്നു. മൺസൂൺ വരും എന്നറിയാവുന്നത് 2018 അപേക്ഷിച്ച് മഴ വല്ല പെയ്തോ രജന? ഇപ്പോ മഴ പെയ്യും എന്നറിഞ്ഞിട്ട് പോലും പല ഡാമുകളും കഴിഞ്ഞ വർഷത്തെ പണി പൂർത്തിയാക്കാതെ പണി പൂർത്തിയാക്കാതിരിക്കുന്ന ഡാമുകളുടെ എണ്ണം ഞാൻ കാണിച്ചു തരാം. താങ്കൾക്ക് വരാമെങ്കിൽ കാണിച്ചു തരാം. അപ്പോ കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട് 2018-ലും 2019-ലും പ്രളയം ഉണ്ടായപ്പോൾ വീണ്ടും അങ്ങനെ ഒരു പ്രളയം സാധ്യത ഓരോ വർഷം കടന്നു വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് യാതൊരു പഠനവും നടത്താതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഒരു പുതിയ ഗവൺമെന്റ് വന്നപ്പോ ഈ മണ്ണ് നീക്കുന്നതിനെതിരെ കോടതിയിൽ പോയതാരാ? അതും കൂടി പറയണം. നേരത്തെ മുൻ സർക്കാർ മണ്ണ് അടക്കം ചെളിയും ഒക്കെ എക്കലും ഒക്കെ നീക്കുന്നതിനെതിരെ കോടതിയിൽ പോയ ആരാ? രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ അതിനെതിരെ ആക്ഷേപമുണ്ട്. എൻ കെ പ്രേമചന്ദ്രൻ, മാത്യു കുഴൽ, വിദേശ രാജ്യങ്ങളിലെല്ലാം കുടുംബസമേതം പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് റൂം ഫോർ ദ റിവർ എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഇപ്പോ പാവപ്പെട്ട ജനങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കൂടി റൂം ഫോർ റിവർ ഇപ്പൊ ഓരോരുത്തരുടെ വീട്ടിനുള്ളിൽ ചില മാധ്യമങ്ങളുടെ നിർമ്മിതിയാണ്. ഒന്നുമില്ല. വിവിധ തലത്തിൽ നമ്മളത് കണ്ടത്. അത് വല്ലാത്തൊരു വാദമാണ്. റൂം ഫോർ റിവർ വിജയിച്ചു എന്നുള്ളത് കണ്ടതാണ്. കാര്യവും ചെയ്യാതെ അല്ല, ഈ ഗവൺമെന്റിനെതിരെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ശരിയാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ ദുരന്തമുഖത്തും മാസങ്ങൾക്ക് മുമ്പുള്ള മുൻ സർക്കാരിനെ പറയുകയാണ്. അല്ലല്ല മാസം വിഴിഞ്ഞത്തെ, അഞ്ചുതെങ്ങിലെ, നീണ്ടകരയിലെ ഒക്കെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പറ. ഈ പറയുന്ന വിഴിഞ്ഞത്തും നീണ്ടകരയിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കും വിഷമമുണ്ട്. ആ മത്സ്യത്തൊഴിലാളികളെ കിട്ടാത്തത്, കാണാതെ പോയവരെ കിട്ടാത്തതിന് നമുക്കും വിഷമമുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് മത്സ്യവകുപ്പിന്റെ ആയാലും ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ ആയാലും പറയുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് തുറമുഖങ്ങളിലേക്ക് മാറിക്കൊണ്ട് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറിക്കൊണ്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ വിഷമമുണ്ട് ആളുകളെ കിട്ടാത്തതിന്. പക്ഷേ അതൊന്നും സർക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞു പോകുന്നിടത്താണ് നിങ്ങളുടെ ശരികേട്. കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ തുറന്നിരിക്കുകയാണ്. ക്യാമ്പുകളിൽ എല്ലാ കാര്യങ്ങളും സജ്ജമായിരിക്കുകയാണ്. അവിടെയൊക്കെ ചില കുത്തിത്തിരിപ്പുകളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നേരത്തെ പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും പ്രവർത്തിച്ചാണല്ലോ. അവിടെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും രാഷ്ട്രീയം കാണാതെ അതെല്ലാം കണ്ടു നടിച്ചും അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് പോയിട്ടുള്ള ഒരു ആളുകളാണ് അന്നത്തെ പ്രതിപക്ഷം. പക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും രീതി എന്താണ്? അവിടെ ചെന്നിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രാഷ്ട്രീയ അക്കോടെ നിൽക്കുന്നവരെ കൂടെ സംസാരിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കിട്ടാമെങ്കിൽ അത് ഒരു ആരോപണം വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള നടപടികളുമായി ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അല്ലാതെ ഒന്നുമില്ല. അതിനുശേഷം ആ അമ്മ തന്നെ അത് രംഗത്തെത്തി അതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ്. അപ്പോ ഈ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞെടുത്ത ഒരൊറ്റ മിനിറ്റ് അതായത് താങ്കളിപ്പോ പറഞ്ഞല്ലോ ചില മാധ്യമങ്ങൾ, അതായത് കൈരളി ന്യൂസിനെയും ദേശാഭിമാനിയുമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചില മാധ്യമങ്ങളും പ്രതിപക്ഷവുമാണ് ഇത് പറയുന്നതല്ലേ പറയുന്നത്. ദാ കേട്ടോളൂ, താങ്കൾ ഈ വാക്കുകൾ കേട്ടോളൂ. ഈ 2026 ജൂലൈ മാസം 31-ാം തീയതി കടൽ പ്രക്ഷുബ്ധമായപ്പോൾ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായില്ല. അതിൻ്റെ ഫലമാണ് കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, മുതലപ്പുഴയിൽ, വിഴിഞ്ഞത്ത് ഒക്കെ മരണങ്ങൾ സംഭവിച്ചത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മരണങ്ങൾ സംഭവിക്കുമ്പോൾ അധികാരികൾ വേണ്ടത്ര ശ്രദ്ധയും ജാഗ്രതയും കാണിക്കാത്തതുകൊണ്ടാണ് അടിക്കടി ഈ അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപകടം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഒരു മേൽനോട്ട് സംവിധാനം ഉണ്ടായിരുന്നില്ല, രക്ഷാപ്രവർത്തനത്തിനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു വളരെ സുപ്രധാന കാര്യം ഇതാണ്, അവിടെ വേണ്ടത്ര ലൈറ്റ് സംവിധാനമില്ല. അതുകൊണ്ട് അത്യാവശ്യത്തിന് ലൈറ്റെങ്കിലും
അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല. രജനെ, ഇത് പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും ആണോ? അല്ല, ബഹുമാന്യനായ പുരോഹിതൻ ഒരിക്കലുമല്ല. യൂജിൻ പെരേര. അതിനകത്ത് തന്നെ ആ അല്ല, ഞാൻ പറഞ്ഞത് തന്നെ അതിനകത്ത് തന്നെ ഉണ്ട്. കാരണം വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ല എന്ന് പറയുന്നത് 3 മാസമായ ഗവൺമെന്റിനെ പറ്റിയാണോ അജിം ഷാദെ പറഞ്ഞത്? വേണ്ടത്ര സംവിധാനങ്ങൾ, മുന്നൊരുക്കങ്ങളില്ല എന്ന് പറഞ്ഞത്, അതല്ല അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുന്നുള്ള കാര്യങ്ങളില്ല എന്ന് പറഞ്ഞത് 3 മാസമായ ഗവൺമെന്റിനെ പറ്റിയാണോ? താങ്കൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെയാണെന്ന്? ശരി, അപ്പോ മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും പഠിക്കാതെ അത്രയും നാള് ഭരിച്ചു ഞാൻ താങ്കളിൽ നിന്ന് കാര്യങ്ങൾ അറിയാനും ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു സങ്കേതം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. എന്നെ പിടിച്ചില്ല. ഡോക്ടർ പി കെ ഗോപൻ, ഒരു 3 മാസമല്ലേ ആയുള്ളൂ? നിങ്ങൾക്ക് ക്ഷമിച്ചൂടെ? ഒരു 3 മാസമല്ലേ ആയുള്ളൂ? ശ്രീ അജിം ഷാ, യഥാർത്ഥത്തിൽ കുറച്ചുകൂടി പറയാൻ രജിക്ക് അങ്ങ് അവസരം കൊടുക്കേണ്ടതാണ്. ഇത് നാട്ടുകാർ കേൾക്കട്ടെ, ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. ഒരു കുഴപ്പവും ഇല്ല എന്നവർ ആവർത്തിക്കുമ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരും അവരുടെ ബന്ധുക്കളും ഇതൊക്കെ കേൾക്കട്ടെ. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇവരിങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് വസ്തുത പുറത്തു വരില്ലേ? അതുകൊണ്ട് രജിന് ഈ ചർച്ചയുടെ നല്ലൊരു പങ്ക് സമയം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് ഇഷ്ടം പോലെ സമയം കൊടുക്കണം. അവർ പറയണം നാട്ടിലിത്. ഇത് ഒരു രാഷ്ട്രീയ ചർച്ചയാക്കാൻ യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഇപ്പൊ പാർട്ടി പൊളിറ്റിക്സ് അല്ല കേൾക്കേണ്ടത്, കക്ഷി രാഷ്ട്രീയം അവർക്ക് കേൾക്കേണ്ടതില്ല. ഇപ്പോൾ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും 2 എന്നർത്ഥത്തിൽ തന്നെയാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ വിലാപങ്ങളൊന്നും അല്ല അവർക്ക് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളല്ല അവർക്ക് കേൾക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഒരു കമ്പാരിസന്റെ പ്രസക്തിയുണ്ട്. അത് ജനങ്ങൾ ചെയ്യുന്നതാണ്, അത് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട. കാരണം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയത്തെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെ അഡ്രസ് ചെയ്തു? ഒരു കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ എതിർപ്പോടുകൂടി, അവരുടെ പിന്തുണ കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവർക്ക് ചെയ്യാവുന്ന ദ്രോഹങ്ങൾ കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ശത്രു രാജ്യത്തോടെന്ന തരത്തിൽ നമ്മളോട് പെരുമാറുമ്പോൾ, പ്രകൃതിയാകെ പ്രക്ഷോഭിച്ച് നമ്മുടെ മുമ്പിൽ വിലാസ നൃത്തമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ ഡീല് ചെയ്തത്? അത് ഒരു ഗവൺമെന്റ് മാത്രമല്ല, അതാണ് അതിന്റെ നേട്ടം. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ കുറച്ച് മന്ത്രിമാർ അവരുടെ മാത്രം ഒരു ഏർപ്പാടല്ല. നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ അയാളുടെ ശേഷി അല്ലെങ്കിൽ അയാളുടെ ടീമിന്റെ ശേഷി നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ്, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ്. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രി തന്റെ ഗുരുതരമായ അസുഖം മാറ്റിവെച്ച് ചികിത്സ ഒഴിവാക്കിയിട്ട് ഒരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിയോജിപ്പിക്കുന്നത് എന്നുള്ളത് ലോകത്ത് തന്നെ ക്രൈസിസ് മാനേജ്മെന്റിന്റെ പാഠങ്ങളിൽ ഒന്നാണ്. ഇപ്പോ ഇവരിത് അംഗീകരിക്കില്ല, പല മാധ്യമങ്ങളും ഇപ്പൊ അംഗീകരിക്കില്ല. നാളെ പിണറായിയുടെ ശരീരം ഈ മണ്ണിൽ ഇല്ലാതാകുമ്പോൾ, പിണറായി എന്ന വ്യക്തി ഇല്ലാതാകുമ്പോൾ, ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന, പിണറായിയുടെ അസാന്നിധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിന്റെ മുൻകോപം, അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പ്രതികരണം. ഇതൊന്നുമല്ല, ഇതൊക്കെ താൽക്കാലികമായ സവിശേഷതകളാണ്, ഒരു വ്യക്തിയുടെ സവിശേഷതകളാണ്. ആ സവിശേഷതകൾക്കപ്പുറം ഒരു ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് 3.5 കോടി മലയാളിയുടെ മുഖത്ത് നോക്കി നമ്മളെല്ലാവരും കൂടി അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് പ്രതിപക്ഷ MLA-മാരെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന, നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്നത് കേട്ടില്ലേ? ഫാത്തിമയുടെ ആടിനെ വിറ്റ് ഞങ്ങൾക്ക് കാശ് വേണ്ട, ഞങ്ങൾക്ക് സൈക്കിൾ വിറ്റ കാശ് വേണ്ട, കൊച്ചുങ്ങൾ സൈക്കിൾ വിറ്റ കാശ് വേണ്ട, ഞങ്ങൾക്ക് ആരുടെയും പൈസ വേണ്ട, ഞങ്ങൾ എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ഏതാണ്ട് 35 ലക്ഷം പേരും 12,563 ക്യാമ്പും ഈ സ്റ്റേറ്റ് മുഴുവൻ വെള്ളപ്പൊക്കം. ഇവിടെ ഇപ്പൊ രജി പറഞ്ഞത് വെള്ളപ്പൊക്കം ഇല്ലാത്തതിന്റെ കാരണം ഞങ്ങൾ വന്നതിന് ശേഷമാണെന്ന്. വെള്ളപ്പൊക്കം ഇല്ലാത്തതിന്റെ കാരണം അവര് 3 മാസം കൊണ്ട്, നിങ്ങൾ അത് ചോദിക്കേണ്ടതായിരുന്നു. ഈ 3 മാസം കൊണ്ട് വെള്ളപ്പൊക്കം ഇല്ലാതാക്കി എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഈ ബാക്കിയുള്ള കാര്യത്തിനൊന്നും 3 മാസം പോരാ, അതിന് കുറെ വർഷങ്ങൾ വേണം. പക്ഷെ വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ 3 മാസം മതി എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഫാദർ പറഞ്ഞത് കേട്ടായിരുന്നോ? നമ്മുടെ ഈ യൂജിൻ പെരേര ഇത് അണക്കെട്ട് തുറന്നു വിടുമ്പോ സൈറൺ മുഴക്കിയില്ല. സൈറൺ മുഴക്കാതെ 31-ാം തീയതി ഉച്ചയ്ക്ക് അണക്കെട്ട് തുറന്നു വിടുക ചെയ്തേ.
മനുഷ്യര് വെള്ളത്തിൽ അല്ല ഗോപൻ, അവിടെ മുഴുവൻ അദ്ദേഹം വെള്ളത്തിൽ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിക്കാത്തതാണ്. അദ്ദേഹം പറഞ്ഞത് കടലിൽ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് കൊടുക്കുന്ന സംവിധാനങ്ങൾ തകർന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അത് 3 മാസമായ ഗവൺമെന്റ് ആ സംവിധാനങ്ങൾ അത് തകർന്നതിനെ 3 മാത്രമല്ല മാസമായ ഗവൺമെന്റ് മറ്റതും കൂടി അദ്ദേഹം വന്നപ്പോഴാണോ പറഞ്ഞു. തകർത്തത്? അത് അങ്ങനെയാണോ താങ്കൾ അനുമാനിക്കുന്നത്? അല്ല, റെജിന്റെ ചർച്ചയിൽ എനിക്ക് ഇടപെടാൻ അവകാശമുണ്ടോ? പറയുമ്പോൾ അല്ല വസ്തുതമായ രജിൻ കാര്യങ്ങൾ രജിൻ വളച്ചൊടിച്ച് പറയരുത്. പി കെ ഗോവൻ പറയട്ടെ. അത് ശരിയല്ല. ഗോവൻ പറയട്ടെ. റെജിന്റെ ചർച്ചയിൽ എനിക്ക് ഇടപെടാൻ അവകാശം റെജിൻ തരികയാണോ അതോ എന്താ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് റിവൈൻഡ് ചെയ്യണം. ആ അല്ല, ഫാദർ താങ്കൾ പറയുന്നത് കേൾക്കുന്നവർക്ക് തന്നെ ഒരു ഇത് തോന്നുമല്ലോ, ഈ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ. അതെ, കേൾക്കുന്നത് റെജിൻ മാത്രമല്ലോ. റെജിൻ വിട്ടിരുന്നോണ്ട് പറഞ്ഞ ലോക മണ്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരുന്നില്ല. ഞങ്ങൾ 3 പേര് 4 പേര് ക്ഷമയോട് കേൾക്കില്ലേ അതൊക്കെ? അതല്ലേ ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടെ റെജിന് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാനുള്ള അവസരം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ. മണ്ടത്തരം എന്ന് വെച്ചാൽ അങ്ങ് മണ്ടനാന്നല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ. റെജിൻ നല്ല മിടുക്കനായ കോൺഗ്രസ് പ്രവർത്തകനാണ്. അങ്ങേ വ്യക്തിപരമായിട്ട് ഞാൻ ഇൻസൾട്ട് ചെയ്യല്ല. അതുകൊണ്ട് അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് താങ്കൾ മിടുക്കത്തരൊക്കെ പറഞ്ഞിട്ട് അവസരം തന്നാ മതി. കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ് രജിൻ. നമ്മളൊരു അപ്പൊ ഒരു കാര്യം ചെയ്യും, താങ്കൾ ചർച്ച ചെയ്ത് തീർക്കുക, അതിനുശേഷം ഞാൻ വർത്താനം പറയാം. അതേ പറ്റൂ. അല്ല പി കെ ഗോവൻ തുടരുന്നോളൂ. അല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശീലം അങ്ങ് ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ, ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുപോകാതെ കാര്യം പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദയവായി ഞങ്ങളെ പാർട്ടി പൊളിറ്റിക്സ് പറയാൻ വേണ്ടി വലിച്ചഴക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അണക്കെട്ട് തുറന്നു വിടുമ്പോൾ അത് അങ്ങ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് തുറന്നു വിടുമ്പോൾ ആ സമയത്ത് സൈറൻ കൊടുത്തില്ല. അവിടെ MLA-മാർ ഉൾപ്പെടെയാണ് അത് പറഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, MLA-മാർ ഉൾപ്പെടെയാണ് പറഞ്ഞത്. മൂഴിയാർ അണക്കെട്ട് തുറന്നപ്പോ സൈറൻ കൊടുത്തെന്ന് അങ്ങ് വാദിക്കുകയാണോ? ഇവിടെ 31-ാം തീയതി അണക്കെട്ട് തുറന്നു വിട്ട കാര്യം യൂജിൻ പെരേര സാർ പറഞ്ഞത് കടലിലെ കാര്യമാണോ രജിനെ? അങ്ങനെയാണെങ്കിൽ ഈ സൗണ്ട് അദ്ദേഹത്തിന്റെ ക്ലിപ്പിംഗ്സ് ഒന്നുകൂടെ കേട്ടിട്ടായി ചർച്ച തുടരാൻ പറ്റൂ. 31 ഡേറ്റ് അദ്ദേഹം ഉപയോഗിച്ചോ? അണക്കെട്ട് തുറന്ന കാര്യം അദ്ദേഹം ഉപയോഗിച്ചോ? അത് ഏത് അണക്കെട്ടിനെ കുറിച്ചാ പറഞ്ഞേ? അറബിക്കടലിൽ ഏതാ രജിനെ അണക്കെട്ട്? കടലിൽ പോയതിന്റെ കാര്യമല്ല പറഞ്ഞേ. 31-ാം തീയതി അണക്കെട്ട് തുറന്നപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തില്ല, കടലിൽ മുന്നറിയിപ്പ് കൊടുത്തില്ല. രണ്ടാമത് ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. കടലിൽ മുന്നറിയിപ്പ് കൊടുത്തില്ല. മുൻകാലത്ത് പരിഹാര സൃഷ്ടാക്കളായ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പരിഭവവും പരാതി പറയുന്നവരുടെയും കേന്ദ്രമായി അവർ മാറി അല്ലേ? 650 700 വള്ളങ്ങൾ. ഞങ്ങളൊക്കെ കൊല്ലത്തുകാരാ. അന്നത്തെ മത്സ്യത്തൊഴിലാളി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ മത്സ്യമന്ത്രി ആരാന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. അത് എന്റെ പോരായ്മയാണ്. ഇവർക്കെല്ലാം അറിയാവുന്ന എനിക്കറിയത്തില്ല. മന്ത്രി ആരാന്ന് പോലും അറിയില്ല. അന്ന് സഖാവ് മെഴ്സിക്കുട്ടി അമ്മ, കളക്ടർ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കടപ്പുറത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു സഹായം വേണം. വലിയ ലോറികൾ കൈകാണിച്ചു. അവര് തോളിൽ ചുമന്ന്, ഞങ്ങൾ സാക്ഷികളാണ്, വള്ളം തോളിൽ ചുമന്ന് അവര് പോയിട്ട് അവര് കേരളത്തിന്റെ സൈന്യമായിട്ട് മാറി. ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ ഗവൺമെന്റിനെ അവർക്ക് വിശ്വാസമായിരുന്നു. അവരെല്ലാവരും സർക്കാരിന് വോട്ട് ചെയ്തൊന്നും ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. ഗവൺമെന്റിനെ അവർക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ ആ ഗവൺമെന്റിനെ നേതൃത്വം കൊടുക്കാൻ ആളുണ്ടെന്ന് മനസ്സിലായി. അവരതിന്റെ പുറകെ നിന്നു. കാരണം മുഖ്യമന്ത്രി ഉറങ്ങുന്നില്ല. കടലിൽ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുമ്പോ, വെള്ളപ്പൊക്കത്തിൽ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുമ്പോ 312 വിഭവങ്ങൾ ഉണ്ടോ മേശപ്പുറത്ത് എന്ന് എണ്ണി നോക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അദ്ദേഹം. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പരിഹാസ്യമൊന്നും വേണ്ട, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഉറക്കമില്ലായിരുന്നു. ഒരു കൃത്യസമയത്ത് ഉറങ്ങുകയും വെളുപ്പിന് 4 മണിക്ക് എഴുതേക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു CM ആയിരുന്നു പഴയ. രാത്രി കൃത്യസമയത്ത് ഉറങ്ങുക, വെളുപ്പിന് 4 മണിക്ക് എഴുതേക്കുക പുലർച്ചെ. ആ മുഖ്യമന്ത്രി ഉറങ്ങിയില്ല. ആ മുഖ്യമന്ത്രി ഇതിനെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്തു. നിങ്ങൾ നോക്കൂ ശ്രീ അജിം ഷാ, ഒഡീഷയിലെ ഒരു ദുരന്തം നമ്മൾ കണ്ടല്ലോ. ഒരു മൃതദേഹത്തെ സൈക്കിളിൽ വച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത്. കേരളത്തിൽ മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ടോ? ആര് ഭരിക്കാൻ വന്നാലും മൃതദേഹത്തെ അപമാനിക്കുക. രാജേഷ് എന്ന യുവാവ്, അയാൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? അയാളേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യൻ എറിഞ്ഞു കൊടുത്ത അദ്ദേഹത്തിന്റെ ഓവർകോട്ട് അല്ലെങ്കിൽ സംരക്ഷണ കവചം എറിഞ്ഞു കൊടുത്തിട്ട് മരണത്തിലേക്ക് ഇറങ്ങിപ്പോയ രാജേഷിന്റെ മൃതദേഹത്തെ ബഹുമാനിക്കാനുള്ള മര്യാദ കാണിച്ചോ റെജിനെ നിങ്ങൾ? ഒരു ആംബുലൻസ്, എങ്ങനെയുള്ള ആംബുലൻസ്? ഈ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന ആംബുലൻസ്, മൃതദേഹം വാടകയെടുക്കുന്നു. നിങ്ങൾ നോക്കൂ, പണ്ട് നൗഷാദ് മരിച്ചപ്പോ എങ്ങനെയാ നമ്മൾ കൈകാര്യം ചെയ്ത്? കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഇറങ്ങി രാജേഷിന്റെ മൃതദേഹത്തെ സല്യൂട്ട് ചെയ്തുകൊണ്ട് സംസ്ഥാന ബഹുമതികളോടെ അടക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഏത് പാർട്ടിക്കാരനും ആയിക്കൊള്ളട്ടെ, സ്വന്തം ജീവൻ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. 100 വർഷം മുമ്പ് കുമാരനാശാൻ എന്ന ഒരു മനുഷ്യൻ കുറിച്ചു വെച്ച വരികൾ പാടി വളർന്നവരാ കേരളീയർ. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും. എനിക്ക് നിങ്ങൾക്കൊക്കെ അത് പ്രസംഗിക്കാൻ കൊള്ളാം.
പക്ഷെ നടപ്പിലാക്കിയവന്റെ പേരാ രാജേഷ്. ആ രാജേഷിന്റെ മൃതദേഹത്തെ ബഹുമാനിക്കാത്ത ജിജി എന്നൊരു പെൺകുട്ടി തന്നെ PhD റിസർച്ച് ചെയ്യാൻ വരെ പഠിപ്പിച്ചെടുത്ത, കാര്യവട്ടം ക്യാമ്പസിലേക്ക് എത്തിച്ച, കടലിൽ പോയി അവിടുത്തെ ഉപ്പുവെള്ളം കുടിച്ച് ഉപ്പ് കാറ്റേറ്റ് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുത്ത് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേരരിക്കുമെന്ന മനോഭാവത്തോടെ വളർത്തിയെടുത്ത ഒരു മനുഷ്യനെ കാണാനില്ല എന്ന് അവൾ വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സകല സെറ്റും കൂടെ ഇറങ്ങി ആ പെൺകുട്ടിയെ തെറി വിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എന്ത് സർക്കാർ കൈകാര്യം ചെയ്യുന്ന? മോഹൻലാലിന്റെ മുകളെ തെറി വിളിച്ചതുപോലെ ദിവ്യ സയ്യര്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് ശബരിനാഥിന്റെ സാക്ഷാൽ ശ്രീ ജി കാർത്തികേയന്റെ മരുമകളെ ഒരു കമന്റ് അനുകൂലമായിട്ട് പിണറായിക്ക് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ KK രാഗേഷിന് അനുകൂലമായിട്ട് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ തെറി വിളിച്ചതുപോലെ നിങ്ങൾ ഡൽഹിയില് പ്രശ്നത്തിൽ BJPക്കാരും RSSകാരും തെറി വിളിച്ചപ്പോ നിങ്ങൾ പ്രതികരിച്ചല്ലോ. നിങ്ങൾ എന്തിനാ ജിജിയെ ചീത്ത വിളിക്കുന്നേ? ജിജി എന്ത് പൊളിറ്റിക്സ് പറഞ്ഞു? ആ പെൺകുട്ടി അവളെ വളർത്തിയെടുത്ത തന്റെ പൊന്നോമന പിതാവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു പെശകാണോ? ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ തന്നില്ലെങ്കിൽ ഞാൻ റോഡിന്റെ നടുവിൽ നിന്ന് മാറുന്നില്ല എന്ന് പറയുന്ന പെശകാണോ? 4 പേരെ കാണാനില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? നിങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതിയോ? ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങൾ പറയുന്നത്. ക്യാമ്പിലും ഒരു പ്രശ്നമില്ല, വേറെങ്ങും ഒരു പ്രശ്നമില്ല, എല്ലാം പരിഹരിച്ചു എന്നാ. ഞാൻ മെലിഞ്ഞാന്ന് 6-ാം തീയതി പുലർച്ചെ 4 മണിക്ക് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുകളിലുള്ള റോഡിലൂടെ പോവുക, വെളുപ്പിന് 4 മണിക്ക് ഒരു ഹിറ്റാച്ചി കിടപ്പുണ്ട്. പരാതി വന്നപ്പോ ഞാൻ ദൃക്സാക്ഷിയാണ്. 1 മണിക്കൂർ റോഡും ബ്ലോക്കായി. ഒരു ഹിറ്റാച്ചി കിടപ്പുണ്ട്. എന്റെ സുഹൃത്തെ, ഏതാണ്ട് 70 or 80 ഹിറ്റാച്ചി കിടന്ന കഴിഞ്ഞ വർഷം അവിടെ ആ മണ്ണ് മാറ്റിയത് അവിടുത്തെ പൊഴി മുറിച്ചു കൊടുത്തത് കുട്ടനാട്ടുകാരെ രക്ഷിക്കാൻ. നിങ്ങളുടെ കുട്ടനാട്ട് MLA എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞ കമന്റ് എന്താ? LDF ഒന്നും അല്ലല്ലോ. അസംബ്ലിയിൽ വെച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ച എങ്ങനെയാ? അവിടുത്തെ ഒരു MLA ആക്ഷേപിച്ച എങ്ങനെയാ? കൊടുക്കാവുന്ന എഴുന്നേറ്റ് എന്ന് പറയുക, അവധി കൊടുക്കത്തിൽ ഇരുന്നുകൊണ്ട് പറയുക. ഒരു മനുഷ്യന്റെ ഇരട്ട വ്യക്തിത്വം നമ്മൾ കണ്ടു. ഇത് കേരളത്തിലെ ജനങ്ങൾ എടുക്കരുത്. ഇവിടെ നിങ്ങളെ എല്ലാവരെയും കൂടെ കൂട്ടി 10 പൈസ സർക്കാരിന് കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഒരു വശത്ത് പറയുന്നു. ഇടതുപക്ഷ മുന്നണി ഈ ഡിസാസ്റ്റർ ഫണ്ട് മോഷ്ടിക്കുകയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. യാതൊരു ട്രാൻസ്പെറന്റായ യാതൊരു ഓഡിറ്റും ഇല്ലാത്ത സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഒരു പൈസ ഇവിടെ തന്നില്ലെങ്കിൽ കണക്ക് കൊടുക്കാത്തോണ്ടാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം ആവർത്തിക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ കിറ്റുമായിട്ട് വീടുകളിൽ കയറുന്നു. ഞാൻ ഈ 2018 പ്രളയത്തില് അജിംഷാ, ഞാൻ പെട്ടെന്ന് പറയാം, തുണി കളക്ട് ചെയ്യാൻ വേണ്ടി ഈ കടകളിൽ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ ടെക്സ്റ്റൈൽസിൽ. അപ്പൊ ഒരു കൊച്ചു കട കണ്ടപ്പോ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു, ആ കട നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ട, അടുത്ത കടയിൽ കയറാം. അപ്പോഴാണ് ആ ചെറിയ കട നടത്തുന്നത് ഒരു 2 പേർ കപ്പിൾസ് ആണ്. അവര് ജീവിത പങ്കാളികൾ തമ്മിലാണ് കട നടത്തുന്നത്. അവരിറങ്ങി പുറത്തു നിന്നുകൊണ്ട് കൈയടിച്ചു വിളിച്ചു. തിരിച്ചു ചെന്നപ്പോ ഒരു കെട്ടെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പരിഗണിക്കില്ലേ? അപ്പൊ ഞങ്ങൾ പറയും, നിങ്ങളൊരു ചെറിയ കടയല്ലേ, നിങ്ങളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നു വിചാരിച്ചു. അവര് പറയാ, സാറേ ഇത് 2 ദിവസം അവിടെ കെട്ടിവെച്ചിട്ട് ഇത് കൊടുക്കാതെ ഉറക്കം വരില്ല. ഞങ്ങൾ ആ കെട്ടഴിച്ച് നോക്കിയപ്പോ 3500 4000 രൂപ വരെയുള്ള ബ്രാൻഡ് ഷർട്ട് പോലും അതിനകത്തുണ്ട്. അവര് പറയാണ്, ഇത്രയും തരാനേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. കാരണം വിശ്വാസമാണ് അവർക്ക്, കേരളത്തിലെ സർക്കാരിനോടുള്ള വിശ്വാസമാണ്. അവസാനം ക്യാമ്പുകളിലുള്ളവർ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് അയക്കല്ലേ. തിരുവനന്തപുരത്തെ മേയറെ വിളിച്ച് പറയുക, ഇനി ഇങ്ങോട്ട് സാധനം അയക്കല്ലേ എന്ന് പറയുമ്പോ നിങ്ങളുടെ വെറും 400 ക്യാമ്പിന്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് മനുഷ്യരെ ആക്ഷേപിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. ഭരണമെന്ന് പറയുന്നതേ ഇത്തരം കളിയൊന്നും അല്ല. ഭരണമെന്ന് പറഞ്ഞ ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കണം. ശ്രീ ഡോക്ടർ PK ഗോവൻ, ഞാൻ തിരിച്ചെത്താം. ശ്രീ M ജയചന്ദ്രൻ. അജിംഷാദേ, PK ഗോവന് ഇത്രയും വലിയ പ്രസംഗത്തിന് മറുപടി പറയാനുള്ള അവസരം പ്രസംഗമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്, അത് കേൾക്കേണ്ടതാണ് ജനങ്ങൾ. അല്ലല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം അത് പ്രസംഗം തന്നെ പറയാൻ പറ്റും. താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല നമസ്കാരം പറയാനേ വഴിയുള്ളൂ. അദ്ദേഹം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം കേരളത്തിന്റെ സമകാലിക യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം വസ്തുതാപരമായി അതിലെ കക്ഷി രാഷ്ട്രീയ സ്വഭാവം മാറ്റി വെച്ചിട്ട് താങ്കൾ പറയാമോ? കടലിന്റെ മക്കളെ ചേർത്ത് നിർത്തിയിരുന്ന മുഖ്യമന്ത്രിയെ പറ്റി അദ്ദേഹം വാദോരാതെ പ്രസംഗിക്കുന്ന കേട്ടു. ഓഗി ദുരന്തം കഴിഞ്ഞപ്പോ പാവപ്പെട്ട കടലിലെ തീരദേശത്തേക്ക് ചെന്നപ്പോ ഉണ്ടായ അവസ്ഥ നിങ്ങളുടെ ലൈബ്രറികളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ കാണത്തില്ല. അതെ, വേറെ ഏതെങ്കിലും PK ഗോവൻ ഒന്ന് അയച്ചു കൊടുക്കണം. അല്ല, അദ്ദേഹം ഒന്ന് കാണണം. എന്നിട്ട് ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു നിർത്തി. ഇപ്പോ അല്പം മുമ്പ് വേണോ അതിന്റെ ബൈറ്റ് ഫുട്ടേജ് ഒക്കെ വേണോ?
വിഷ്വൽസ് കാണാം. ആയിക്കോട്ടെ, പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓഖി ദുരന്തം ഉണ്ടായപ്പോ അവരോട് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യൻ അത് ആര് പറഞ്ഞു പറയുമ്പോ അതിനകത്ത് തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് രജനോട്. കാരണം എന്തറിയോ, ആദ്യം പോയെന്ന് പറഞ്ഞു, എതിർപ്പ് നേരിട്ട് പറഞ്ഞു, ഇപ്പൊ പറയുന്നത് തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ജനതയെ കാണാതെ പോയതിന്റെ ഫലമായിട്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ രാഷ്ട്രീയമാണെന്നൊക്കെ. പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ ഫലമാണ് അറിയുന്നത്. കഴിഞ്ഞ മന്ത്രിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിന്റെ ഫലമാണ് അറിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ബന്ധപ്പെട്ടാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ശരി ശരി, ഞാൻ തിരിച്ചതാ നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ പ്രളയത്തില് എന്റെ തൊട്ടപ്പുറം നിയോജകമണ്ഡലമുണ്ട്, ചെങ്ങന്നൂർ എന്ന പേര് നിയോജകമണ്ഡലത്തില്. അവിടുത്തെ ഒരു MLA ആണ് വാഗീരി കരഞ്ഞായിരുന്നു. കേട്ടിട്ടുണ്ടാവോ? ഞാൻ വേണേ അയച്ചു തരാം. പി കെ ഗോവിന് ഓടി പറഞ്ഞേ ഞങ്ങളെല്ലാം ചാവാൻ പോന്നേ, നിങ്ങൾ എന്ത് കാണിക്കുകയാണ് സർക്കാരിനോട് ചോദിച്ചത്. പഴയ സാംസ്കാരിക മന്ത്രി അതിനാണ് MLA മാരെന്ന് പി കെ ഗോവൻ പറഞ്ഞു. അതിനാണ് MLA മാർ. എല്ലാ ശ്രദ്ധയും അവിടേക്ക് എത്തിക്കണം. സജി ചെറിയാൻ അവിടെ വെള്ളത്തിൽ മീൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു MLA ആ. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ജയിച്ചു. കേരളം ആകെ ഇടതുപക്ഷ വിരുദ്ധമായപ്പോഴും സഖാവ് സജി ചെറിയാൻ ജയിച്ചു. അങ്ങനെ ഗവൺമെന്റ് രജനെ 2018 വലിയ ന്യായം പറഞ്ഞെന്ന് പറയുന്നത് കേട്ടോ. എവിടെയാണ് ഗോവ ആ റിവർ? എനിക്ക് മറ്റ് രണ്ട് അതിഥികൾ കൂടിയുണ്ട്. അതായത് സജി ചെറിയാനിലേക്കൊന്നും പഴയകാലത്തിലേക്കൊന്നും പോകണ്ട. ഇപ്പോൾ തന്നെ മെനഞ്ഞാന്നല്ല ഇന്നലെ കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ പറഞ്ഞ കാര്യം, ക്യാമ്പിലോട്ടൊന്നും വരണ്ട, അവിടെ ഇരുന്നാൽ അത് ഇവിടെ ഒരു സൗകര്യമില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ഓഡിയോ അടക്കം ഇന്നലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തതാണ്. അതുകൊണ്ട് രജൻ അതൊന്നും പറയണ്ട, നമുക്കെല്ലാം കാണുക രജനെ. ശ്രീ അതെ കണ്ടും കേട്ട് നിൽക്കുമ്പോൾ പറഞ്ഞു പോകും. അതെ നമ്മൾ പറയുന്നത് ശ്രീ എം ജയചന്ദ്രൻ താങ്കൾ കുട്ടനാട്ടുകാരനാണ്. നിറഞ്ഞു കവിഞ്ഞ് സ്പിൽവേ മുറിക്കാത്തത് കൊണ്ട് വെള്ളത്തിനടിയിലായ അവിടുത്തെ ഒരു കർഷകൻ കൂടിയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല ഇന്ന് താങ്കളെ അഡ്രസ്സ് ചെയ്യുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഒരു മാധ്യമ നിരീക്ഷണത്തിൽ? ഇവർ രണ്ടും പറഞ്ഞത് കേട്ടല്ലോ. എനിക്ക് ആദ്യം തോന്നുന്നത് അജിംഷാദിനോട് കടുത്ത അമർഷമാണ് തോന്നുന്നത്. ഇങ്ങനെ വിലയേറിയ സമയം ഇങ്ങനെ കൊല്ലുന്നതിൽ ഒരു മടിയുമില്ലാതെ ഇരിക്കുന്ന താങ്കളെ സമ്മതിക്കാതെ തരവില്ല. അതാണ് ആദ്യത്തെ പ്രതികരണം എനിക്ക് പറയാനുള്ളത്. നോൺസെൻസ് ആയിട്ടുള്ള പറഞ്ഞാലും താങ്കൾ ആങ്കർ എന്നുള്ള നിലയിൽ അത് നിയന്ത്രിക്കണം. ജയചന്ദ്രൻ സാറ് പറഞ്ഞോളൂ. ആ അസംബന്ധം ഞാൻ പറഞ്ഞാലും മറ്റാര് പറഞ്ഞാലും നിയന്ത്രിക്കേണ്ട താങ്കൾ ഉത്തരവാദിത്വമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴമ്പില്ലാത്ത കഥയായി പോകുന്നത്. അതുണ്ടാവാൻ പാടില്ല. ഇനി ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് വരാം. ഇത് അനുഭവമാണ്. ഞാൻ താരതമ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. താരതമ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് എപ്പോഴും ഭയമുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഭരണമുന്നണിക്ക്, ഗവൺമെന്റിന്, അതിന്റെ വക്താക്കൾക്ക്, അവർക്കൊക്കെ ഭയങ്കരമായ ജാള്യതയുണ്ട്. ആ ജാള്യത പുറത്തു വരാതിരിക്കാനായിട്ടാണ് ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഫോക്കസിലേക്ക് വരാതിരിക്കുക, പഴയ കാര്യങ്ങൾ തോന്നുംപടി പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വെറുതെ സമയം കളയലാണ്, അതിനുവേണ്ടി മെനക്കെടരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി അനുഭവത്തിലേക്ക് വന്നാൽ, ഇന്നലെ ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി വി നായർ ഒരു ഭയങ്കര കണ്ടുപിടുത്തം നടത്തി. ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന ജനങ്ങളെ ആകെ അപമാനിക്കുന്ന തരത്തിലാണ് ശ്രീ ഷാജി സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അദ്ദേഹം പറയുകയാണ്, ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല സാർ,
ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ മാധ്യമങ്ങളാണ്. ഏതാ ഇപ്പോ ശ്രീ രജനി ഉണ്ണിത്താൻ പറഞ്ഞ അതേ വാചകം ഇന്നലെ തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അറിഞ്ഞല്ലോ, അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ക്യാപ്സ്യൂൾ എവിടെയാണ് നിർമ്മാണം എന്നുള്ളത്. അതാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. ഇവിടെ അദ്ദേഹം, ഞാന് ശ്രീ ഷാജി വി നായർ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ കേൾക്കാൻ പറയുകയാണ്. നമ്മൾ തമ്മിൽ സൗഹൃദമൊക്കെ ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട കളക്ടർ, അതുകൊണ്ട് പറയാണ്, ഇങ്ങനെ താങ്കൾ ഉണ്ടയില്ല വെടി പൊട്ടിക്കരുത് കേട്ടോ. ഇത് താങ്കളെ പറ്റി നമുക്ക് ധാരണ, ഒരു മതിപ്പുള്ള വ്യക്തിയാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ. ആ മതിപ്പ് താങ്കൾ വെറും ബാക്ക് പേപ്പറായിട്ട് മാറരുത്. കുഴലൂത്തുകാരൻ, ആരുടെ? ഭരണമുന്നണിയുടെ സർക്കാരിന്റെ ബാക്ക് പേപ്പറായി ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി വി നായർ മാറരുത് എന്ന് അങ്ങയുടെ ഒരു സുഹൃത്തായ ജയചന്ദ്രൻ, എം ജയചന്ദ്രൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ചർച്ചയിലൂടെ കേട്ടോ. ഇനി അതെന്താണ് സംഭവിച്ചത്? എന്താണ് അവിടെ എല്ലാം വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഇപ്പൊ രജിന്റെ വാദം എന്താണ്? പഴയ പോലെ പ്രളയമൊന്നും ഇല്ലെന്ന്, അങ്ങനെ പ്രശ്നമേ ഇല്ല. പക്ഷെ എന്താണ്, കുട്ടനാട് ഇപ്പോഴും പ്രശ്നത്തിലാണ്. ഇന്നലെ മുതൽ ഉള്ള പരിപാടി എന്താ പറയുക, റട്ടറിക് എന്ന് പറയാവുന്ന വാചാടോപം എന്തായാലും ഇന്നലെ നടത്തിയെന്നറിയാമോ? ആ റട്ടറിക്ക് വലിയ തുക മുടക്കി AC റോഡ് നവീകരിച്ചല്ലോ മുൻ ഗവൺമെന്റ്. അപ്പൊ ഉടനെ പഴയ കാലത്തെ ഒരു മന്ത്രി, ഇപ്പൊ UDFന്റെ MLA ആയിട്ടുള്ള ശ്രീ G സുധാകരൻ, അദ്ദേഹം അവകാശപ്പെടുകയാണ്, ഞാൻ 1000 കോടി രൂപ കൊടുത്തതാണ്. എവിടെയാണ് സാർ കൊടുത്തത്? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ 1000 കോടി കൊടുത്തതാണ്, പക്ഷെ അതിനകത്ത് 350 കോടി അവർ അടിച്ചോണ്ട് പോയി. ആരടിച്ചോണ്ട് പോയി? സർക്കാർ. അതിനെ വ്യക്തമാക്കണം, ആര് വ്യക്തമാക്കണം എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു തല്ലങ്ങ് തല്ലിയിട്ട് പോവുകയാണ്. അപ്പൊ ഇത് 742 കോടി രൂപയാണ് പ്ലാനിംഗ് ബോർഡ് തീരുമാനിച്ചത്. അതിൽ പിന്നീട് 100 കോടി രൂപ അധികമായിട്ട് വന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതിന് DPR ഉണ്ട്, ഊരാളുങ്കലാണ് അത് എടുത്തിരുന്നത്. അവർക്ക് ഗംഭീരമായിട്ട് ചെയ്തു. ഇപ്പൊ ആകെയുള്ള ഈ 24 കിലോമീറ്റർ നീളത്തിൽ കേവലം 4 കിലോമീറ്ററിനാണ് ചെറിയ പ്രശ്നങ്ങളെങ്കിലും ഉള്ളത്. ഇത് ഇന്ന് മാധ്യമങ്ങളെല്ലാം പറയുക മാത്രമല്ല, അവര് ഓരോ മാത്രമല്ല ഞങ്ങളുടെ ക്യാമറ അവിടെ ആകാശ ദൃശ്യങ്ങളിലൂടെ അത് വെളിപ്പെടുത്തി. ഈ AC റോഡിൽ ഒരു പ്രശ്നവുമില്ല, ഗതാഗതം തടസ്സപ്പെട്ടില്ല. 1-2 സ്ഥലത്ത് ചെറിയ വെള്ളം കയറി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അപ്പോഴും ഗതാഗതം തടസ്സപ്പെട്ടില്ല. അല്ല, അതെ അജിംഷാദെ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ ദൃശ്യമാധ്യമ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. AC റോഡിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു ചെറിയ ഭാഗത്ത് വെള്ളക്കൊട്ടടിച്ച് ബാക്കിയെല്ലാം സുഗമമാണ്, എവിടെയും വാഹനം തടസ്സപ്പെട്ടില്ല. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പറഞ്ഞോളൂ സാർ. അല്ല, പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് കോൺഗ്രസിന്റെ വക്താക്കൾക്ക്, രജനെ പോലുള്ള ആൾക്കാർക്ക് അത് സംബന്ധിച്ചൊന്നും പറയാനില്ലാതായി. പിന്നെന്താണ് പറയാൻ കഴിയുന്നത്? പിന്നെ പറയാൻ കഴിയുന്നത് എങ്ങനെ ഈ ചർച്ചകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാം എന്നുള്ളതാണുള്ള ആലോചന. അപ്പോഴാണ് അതിനും സമ്മതിക്കാതെ അജിംഷാദ് പെരേര പിതാവിനെ പിടിച്ചുകൊണ്ട് വരുന്നത്, യുജിൻ പെരേരയെ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് അതിന് പെട്ടെന്നൊരു ഉത്തരം രജിൻ കണ്ടുപിടിച്ചത് മനസ്സിലായില്ലേ? ഈ 3 മാസം കൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് എന്ന് ആരെങ്കിലും പറഞ്ഞു? ഈ 3 മാസം എടുത്തില്ലെന്ന്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് മുതൽപ്പഴി പ്രശ്നം ഉണ്ടാകുന്നത്. അതാണല്ലോ പിതാവ് പറഞ്ഞത്. അത് തലയ്ക്കകത്ത് കയറിയില്ല, ചെവിക്കകത്ത് വന്നില്ല. അത് ഈ പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത്. കൊല്ലത്ത്, വിഴിഞ്ഞത്തിന്റെ അപ്പുറത്ത്, മുതലപ്പൊഴിയില്, ഇവിടെ ഒക്കെ ഇത് ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാന്ന് പറയുന്നത് ഞാനല്ല, കൈമലത്തണ്ട. ഫാദർ യൂജിൻ പെരേര പറഞ്ഞത് ഇപ്പൊ ക്ലിപ്പിംഗ് കാണിച്ചല്ലോ, ഒന്നുകൂടെ കാണിച്ചു കൊടുക്കണം ഇതിന് മനസ്സിലാകാനായിട്ട് കേട്ടോ. അപ്പൊ അതാണ് ഇപ്പൊ ഭരിക്കുന്നത് UDF ഗവൺമെന്റ് ആണെങ്കിലും ഈ ദുരിതാശ്വാസവും വെള്ളപ്പൊക്ക പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് അറിയാമോ ജിംഷാദെ? അവിടെയാണ് സംഭവത്തിന്റെ വൈചിത്ര്യം നിലനിൽക്കുന്നത്. ജില്ലാ കളക്ടർമാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഭരണം, ഇതിന്റെ നിയന്ത്രണം മുഴുവനും. ഏത് ജില്ലയിലും താങ്കൾ നോക്കിക്കോളൂ, ഭരണകൂടത്തിന്റെ ഇടപെടലില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ തോന്നിയ പോലെ നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ആരോട് ചോദിക്കും? ADM-നോട് ചോദിക്കും. ADM ആരോട് ചോദിക്കും? തഹസിൽദാർമാരോട് ചോദിക്കും. തഹസിൽദാർമാർ ആരോട് ചോദിക്കും? വില്ലേജ് ചോദിക്കും. ജില്ലകളിലും ഡെപ്യൂട്ടി കളക്ടർമാരില്ല, നിയമനമായിട്ടില്ല. ഏതാ ഡെപ്യൂട്ടി കളക്ടർമാർ പല ജില്ലകൾക്കും ഇല്ല. അല്ലല്ല, ഞാൻ ADM-ന്റെ കാര്യമാണ് പറഞ്ഞത്. ADM ഉണ്ട്. അല്ല, അങ്ങനെ ചോദിച്ചിട്ട് എടുക്കുന്ന വിവരങ്ങളുടെ ആകെത്തുകയിൽ നിന്ന് ഇവര് സമർപ്പിക്കും, എന്നിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഗുണ്ടാപ്പണി പോലെ ഭീഷണി മുഴക്കുന്ന MLA ഉണ്ട്. ചങ്ങനാശ്ശേരി MLA-യുടെ മിനിഞ്ഞാന്നത്തെ ഗുണ്ടാവേഷം കണ്ടില്ലായിരുന്നോ?
അതുപോലെ ഗുണ്ടാവേഷം മുടക്കുന്ന MLA-മാരും ഉണ്ട്. ആലപ്പുഴ പക്ഷേ AD തോമസ് ഒക്കെ ആ നിലയിൽ പെടുന്നതല്ലാത്തതുകൊണ്ട് അവർക്ക് പാവപ്പെട്ടവരാണ്, മാന്യന്മാരാണ് MLA-മാരെന്നുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് കുറെ കൂടൊക്കെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർ ശ്രമിക്കുകയെങ്കിലും ചെയ്യും. ചങ്ങനാശ്ശേരി MLA അങ്ങനെയല്ല, തനി ഗുണ്ടായുടെ സ്വഭാവമാണ് കാണിച്ചത്. അത്ര ഞാൻ പറഞ്ഞത് എന്റെ പ്രശ്നം അതാണ്, എന്റെ പോയിന്റ് അതാണ്. ഈ ദുരന്തം വന്നപ്പോ ഇവിടെ ഒക്കെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ജില്ലാ കളക്ടർമാരാണ്, ജില്ലാ ഭരണകൂടമാണ്. അങ്ങനെയാണോ വേണ്ടത്? അവിടെയാണ് താങ്കൾ ആദ്യം ചൂണ്ടിക്കാണിച്ച ഡോക്ടർ PK ഗോപൻ പറഞ്ഞ മുൻ ഗവൺമെന്റിന്റെ കാലത്തെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ആകത്തുക മനസ്സിലേക്ക് വരുന്നത്. ഇനി നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ടെന്ന് ഇന്ന് മറ്റു ചാനലുകളിൽ ഇപ്പൊ എനിക്ക് ഈ യുവ സുഹൃത്ത് പറയുന്നത് കേട്ട് ഞാനങ്ങ് അന്തം വിട്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ചാനലുകളൊന്നും കാണാത്ത മനുഷ്യനാണെന്ന് തന്നെ ഞാൻ ആലോചിച്ചു പോയി. എല്ലാ ചാനലുകളും പറയുകയാണ് ഈ ദുരിതങ്ങൾ മുഴുവനും. അദ്ദേഹം മാത്രം പറഞ്ഞു ഇവിടെ യാതൊരു ദുരിതവും ഇല്ലെന്ന്. നമ്മുടെ തലയ്ക്ക് ഏതാണ്ട് ഓളം ഉണ്ടായിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന അദ്ദേഹം പറയുന്ന കേട്ടാ തോന്നുക. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു പോയി എനിക്ക് ഭ്രാന്തായോ ഇനി. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. അല്ല ഞാൻ നിർത്തുക ഈ ഘട്ടം. ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന, അന്നേരം പട്ടിയാക്കി ആ തരത്തിലുള്ള ഒരു നാടകം ഉണ്ടല്ലോ പഴയ കാലത്തെ. ഇപ്പൊ അതിന് വേറെ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാം ജില്ലാ കളക്ടർമാർക്ക് വിട്ടുകൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാകുന്നു എന്ന് തോന്നിയ ഉടനെ പുതിയൊരു ഉത്തരവിറക്കി. ഏതാ ഉത്തരവ്? ആദ്യം താങ്കൾ സൂചിപ്പിച്ചില്ലേ, ഗോവിന്ദമാഷും ബാലുഗോപാലും ഒക്കെ പറഞ്ഞ ആ ഉത്തരവ്, അതുകൊണ്ട് വന്നു. അപ്പൊ 2 ദിവസം അതിന്റെ പുറകെയായി. പക്ഷെ കൈരളി വിടുന്നില്ല. കൈരളിക്ക് ഈ കുഴപ്പമുണ്ട്, നിങ്ങൾ വീണ്ടും അതുകൊണ്ട് വരാൻ പോവാണ്. അപ്പൊ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ അത്. അത്തരത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത് ഇവിടെ. പിന്നെ ആയുസ്, നമ്മളെ ഈ ദൈവവിശ്വാസികൾ പറയുമല്ലോ, ആയുസിന് പഞ്ഞമില്ലെങ്കിൽ ജീവിതം ഇനി നീണ്ടുപോകും എന്ന് പറയുന്നത് പോലെ ഈ പാവങ്ങളുടെയൊക്കെ ജീവിതം നീണ്ടു പോകണമെങ്കിൽ ആയുസിന് പഞ്ഞമില്ലെന്നുള്ള അവസ്ഥ വരണം എന്ന നിലയിലാണ് സംസ്ഥാന ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ഈ ഉത്തരവാദിത്വമില്ലായ്മയും. അവരിത് ആസ്വദിക്കുകയാണ്. അവർക്ക് ഹെലികോപ്റ്ററിൽ അമ്മായിയപ്പനെ കാണണം, പൊന്നാനി പോയി സദ്യ കഴിക്കണം, ഇത്തരത്തിലുള്ള ചില കലാപരിപാടികൾ നടക്കുന്നതിനിടയ്ക്ക് അവരെ താലോലിക്കാനായിട്ട് ചില മാധ്യമ സിംഹങ്ങളും സിംഹിണികളും ഉണ്ടല്ലോ. അവരുടെ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ റട്ടറയ്ക്ക് കേൾക്കണം, അതൊക്കെ കേട്ട് ആസ്വദിച്ച് സ്വയം ഇരുന്ന് കൈകൊട്ടിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ തിരിച്ചെത്താം. ശ്രീ രതീഷ് ചക്രപാണി, അതായത് മികവിൻ്റെ കുറവ് നാം തൊട്ടറിയുകയാണ്. മാത്രമല്ല ഇതിലുള്ള താല്പര്യക്കുറവ്. നേരത്തെ ഇവിടെ PK ഗോപനും ശ്രീ M ജയചന്ദ്രനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ രാത്രി 3:30 ഉറങ്ങി രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന വളരെ പ്രായമുള്ള മനുഷ്യനായ മുഖ്യമന്ത്രി എത്ര എഫിഷ്യൻറ്റോടു കൂടിയാണ് ഈ കാര്യങ്ങളെയൊക്കെ ക്രോഡീകരിച്ച് ചടുലമായി നീക്കിയിരുന്നത്. അത് ആ പ്രളയത്തിൻ്റെ ഒരു വാലറ്റം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഈ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി? 2 കാര്യങ്ങളാണ് ഇവർ ഇതിനൊക്കെ മുമ്പോട്ട് വെക്കുന്നത്. ഒന്ന്, മുൻ സർക്കാർ, മാസങ്ങൾക്ക് മുമ്പുള്ള മുൻ സർക്കാർ. ആ സർക്കാരിൻ്റെ കാലത്ത് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി 2, ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ്. ചില മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ്. ആണോ ശ്രീ രതീഷ് ചക്രപാണി? ചില മാധ്യമങ്ങൾ കെട്ടിച്ചമക്കുന്നു എന്ന് മാത്രമല്ല, അത്തരം മാധ്യമങ്ങൾ ഗുണ്ടകളാണ് എന്ന് പറയുന്നൊരു പ്രചരണം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ട് വരികയാണ്. എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ജയചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ കേരള സമൂഹം എന്ന് പറയുന്നത്. കാരണം ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2018 1924 ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമുണ്ടാകുമ്പോൾ അന്ന് 34,15,974 പേരാണ് ക്യാമ്പുകളിലുണ്ടായിട്ടുള്ളത്. ഇപ്പം ക്യാമ്പുകളിലുള്ളത് അതിൻ്റെ 1% ആളുകളില്ല. അതായത് 476 ക്യാമ്പുകളിലായിട്ട് ഏതാണ്ട് 27,048 പേര് മാത്രമേ ക്യാമ്പുകളിലുള്ളൂ. അത് തന്നെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം ആലപ്പുഴയിലൊക്കെ 100 ക്യാമ്പ് ഒഴിവായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1% പോലും ആളുകളില്ലാതിരുന്നിട്ടും ഇതെന്തുകൊണ്ട് മാനേജ് ചെയ്യില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ല, ഭരണകൂടമില്ല, പാവപ്പെട്ടവനും ദുരിതമനുഭവിക്കുന്നവനും വേണ്ടി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഞാനതിൻ്റെ പോയിൻ്റ് ക്ലാരിറ്റിയോടുകൂടി പറയാം. ഇപ്പം തന്നെ നീണ്ടകരയിൽ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാതായിട്ട് 8ാം ദിവസമാണ്. 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ അമ്മ രേഷ്മ എന്ന് പറയുന്ന അവരുടെ അച്ഛൻ ഭർത്താവ് നേരത്തെ നഷ്ടപ്പെട്ടാണ്, അച്ഛൻ നഷ്ടപ്പെട്ടാണ്. ആ രേഷ്മ ചെന്ന് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, അവിടുത്തെ കമ്മീഷണർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്,
നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ആളെ രക്ഷിക്കണമെന്ന് പറയുന്ന ആവശ്യം ഡിമാൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്, അതായത് അപകടത്തിൽപ്പെട്ട് കാണാതായിട്ടുള്ള ഒരാളെ തിരയാൻ വേണ്ടിയിട്ട് അവരുടെ മകനെ കാണാൻ വേണ്ടി അമ്മ വന്ന് ഡിമാൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് കേരളത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. അതിനെതിരെ, ആ ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഗവൺമെൻറ് ഇതുവരെ എടുത്തോ? ഇല്ല. അതിനുശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇപ്പോഴാണ് ഫലപ്രദമായി തിരയാൻ തുടങ്ങിയത്. ആരെ? നീണ്ടകരയിൽ നിന്ന് കാണാതായിട്ടുള്ള ഗൗതം കൃഷ്ണയെ തിരയാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ ഒരൊറ്റപ്പെട്ട സംഭവമാണ്, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ തെറ്റാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത സംഭവം. നമുക്കറിയാലോ, ഇന്ന് തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ വെള്ളം മറിഞ്ഞ് കാണാതായിട്ടുള്ള ഷിജിലിനെ, ആ കുടുംബത്തെ കാണാതായതിനു ശേഷം ആ കുട്ടിയെ, ആ ഭാര്യയും അവർ രണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ ഒന്ന് 3.5 വയസ്സുള്ള എബ്രിനും അതുപോലെ 1.5 വയസ്സുള്ള ഈ പറയുന്ന പോലെ റാഫേൽ ജൂഡും എന്ന് പറയുന്ന 2 കുട്ടികളുമായി ഒരമ്മ വന്ന് നടുറോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം കൃത്യമായി ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഭർത്താവ് എവിടെ? എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് എനിക്ക് ജോലി വേണ്ട, മകനെ നോക്കാം, ഇത്തരം കാര്യങ്ങളോ വാഗ്ദാനങ്ങളോ ഒന്നും വേണ്ട, എൻ്റെ ഭർത്താവ് എവിടെ? എൻ്റെ ഭർത്താവിനെ വേണം, നിങ്ങൾ എന്തുകൊണ്ട് അവരെ കണ്ടുപിടിക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന വാചകം, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞ അലമുറയിടുകയാണ് ഒരമ്മ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അന്വേഷണം 8ാം ദിവസത്തിലും നടക്കാതെയാണ് 8ാമത്തെ ദിവസം ഒരമ്മക്ക് കേരളത്തിൽ ഇത്ര വലിയ പ്രതിഷേധമുണ്ടാകേണ്ടി വരുന്നത്. എന്നിട്ട് പോലും നമ്മുടെ സാംസ്കാരിക നായകരോ വലിയ മാധ്യമങ്ങളൊന്നും ഇത് ചർച്ചയാക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. വിഴിഞ്ഞത്ത് പുള്ളിവിളയിൽ ജോണിൻ്റെ മകൾ 8-7 ദിവസം കഴിഞ്ഞപ്പോൾ ആ ജോണിൻ്റെ മകൾ വന്നിട്ട് കൃത്യമായിട്ട്, അവരുടെ 3 മക്കളാണ്, ജിനു, ജിത്തു, ജിജിൻ. ഇതിൽ ജോണിൻ്റെ മകൾ വന്നിട്ട്, ജിനു വന്നിട്ട് പറഞ്ഞ കൃത്യമായിട്ടുള്ളൊരു വാചകമുണ്ട്. ആ വാചകം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്നെഫിഷ്യൻ്റ് ആണെന്നാണ്, ഗവൺമെൻറ് നിങ്ങൾക്ക് കഴിവ് കെട്ടവരാണ്, നിങ്ങൾക്ക് ഞങ്ങളെ യാതൊരു വിധത്തിലും സഹായിക്കാൻ കഴിയില്ല. കൂടാതെ മുഖ്യമന്ത്രി അവരെക്കുറിച്ചൊരു വാചകം കൂടി പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ, ആ തീരപ്രദേശത്ത് പോയാൽ അറിയില്ലെന്ന് പറഞ്ഞു. ആ വാചകം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രിയോട് ഈ പണി പറ്റില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോ എന്നുമാണ് പറയുന്നത്. ഇനി അത്തരത്തിൽ പറയുന്ന ഒരു പെൺകുട്ടിയോട് ഈ കോൺഗ്രസ് അടക്കമുള്ള പ്രോ കോൺഗ്രസ് അനുകൂല സൈബർ വിങ് എടുക്കുന്ന സമീപനം എന്താണ്? ആ സമീപനത്തിൻ്റെ ഒരു 25 കമൻറ്റ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വായിക്കാൻ പറ്റില്ല, നമ്മൾ മുഴുവൻ മറ്റേ ബീപ്പ് സൗണ്ട് ഇടേണ്ടി വരും. അതുപോലെ വൃത്തികെട്ട കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ CPM-ൽ നിന്ന് എത്ര കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ഒരു കുട്ടി 7 ദിവസം സ്വന്തം അച്ഛനെ കാണാതായി, 2 തവണ ഇതിനു മുമ്പ് കാണാതായി, തിരിച്ചു വന്നിട്ടുള്ള അച്ഛനെ കണ്ടുപിടിച്ച് തരണമെന്ന് ഒരു ഗവൺമെൻറ്റിനോട് പറയുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസോ CPM-ഓ BJP എന്നുള്ളതൊക്കെ വിട്, ഒരു ഗവൺമെൻറ്റിനോട് പറയുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ആ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ ഇപ്പോൾ പലപ്പോഴും VD സദസ്സിനൊക്കെ ഇരുന്ന് ചില മാധ്യമ പ്രവർത്തകരെ അകാരണമായി പ്രോ CPM ഹാൻഡിലുകളൊക്കെ ആക്രമിക്കുന്നു, സൈബർ ആക്രമിക്കണം നടത്തുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ പെൺകുട്ടിയെ ആക്രമിക്കരുതെന്ന് അദ്ദേഹം ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കൂടാതെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്നിപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇപ്പോൾ PK ഗോപനോട് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ തന്നെ പാർട്ടിക്കാരനായിട്ടുള്ള രാജേഷ് സ്വന്തം ലൈഫ് ജാക്കറ്റ് എടുത്ത് അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് മരണത്തിലേക്ക് പോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ ചാവക്കാട് എത്തുമ്പോഴാണ് ഇവർ ഫ്രീസറില്ലെന്നറിയുന്നത്. എന്തൊരു ഭരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. ഈ ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായി ഞാൻ പറയുന്നത്, ഈ മഴയത്തും ഞാൻ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളുടെ മറുപടികൾക്ക് വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ വസ്തുതാപരമായി ഒരു മറുപടിയും ഇതില്ല. ഇനി ഈ ഗൗരവങ്ങളൊന്നും പാലിക്കുന്നില്ല. നമ്മുടെ ഇവിടെ ഒരു ഫിഷറീസ് മന്ത്രിയുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേര് V. അബ്ദുൾ ഗഫൂർ എന്നാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇപ്പം ഇന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മന്ത്രിയുണ്ട് എന്ന് കേരളത്തിന് പോലും ബോധ്യപ്പെട്ടത്. ഒരു മന്ത്രിയില്ല, മുഖ്യമന്ത്രി വന്ന് ഇത്തരം ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്തത് 4ാമത്തെ ദിവസമാണ്. ആ 4ാമത്തെ ദിവസം വരെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരൊറ്റ കാരണം ഇവരുടെ പ്രയോറിറ്റിയാണ്. ഇവരുടെ പ്രയോറിറ്റി എന്താണ്? നമ്മൾ കണ്ടതാണ്. ഭരണത്തിലേറി, അതായത് 18-ാം തീയതി ഭരണത്തിലേറി 20-ാം തീയതി ആകുമ്പോഴേക്കും ഒരു ഫയൽ, ആ ഫയൽ യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലൂടെ പറന്നുപോയി. ആ പറന്നുപോയ ഫയൽ
മറ്റേ ബണ്ണുകടി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന പോലെ ചാടിപ്പിടിച്ച് ഉദ്യോഗസ്ഥർ ഒപ്പിടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഫയൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ. ഏതാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് ഇറക്കാനുള്ള ഫയൽ ഒപ്പിടാൻ കാണിച്ചതിൻ്റെ 10% നിങ്ങൾ ഈ പറയുന്ന മുതലപ്പുഴയിലും അതുപോലെ മറ്റ് നീണ്ടകരയിലും ഒക്കെ കാണാതെ പോയ ആളുകളെ കണ്ടുപിടിക്കാൻ കാണിക്കണമായിരുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ CP ജോൺ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി അദ്ദേഹം വന്ന് ഈ സ്ത്രീയുമായി ചർച്ച നടത്തിയതിന് ശേഷം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്താണെന്ന് കൂടി പ്രേക്ഷകർ അറിയണം. ആ തീരുമാനം തിരയാൻ തീരുമാനിച്ചു. എങ്ങനെ തിരയാൻ തീരുമാനിച്ചു? 10 മത്സ്യത്തൊഴിലാളികളടക്കം കളക്ടറേറ്റിലേക്ക് അവർ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ കാണാതായിട്ടുള്ള ആളുകളെ തിരയാൻ തീരുമാനിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത്ര വൈകിയത്? ഈ 8 ദിവസം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ തിരയാനുള്ള തീരുമാനമെടുക്കേണ്ടത്? അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ ഈ പറഞ്ഞ ഒരു ഭരണമില്ല എന്നുള്ളതാണ്. ആ ഭരണമുണ്ട്, അതവർക്ക് തിരക്കുണ്ട്, ധൃതിയുമുണ്ട്. അത് രണ്ട് കാര്യങ്ങൾക്കാണ്. സ്വർണ്ണക്കട ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും ചില കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും, കൂടാതെ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുമതി ചെയ്യാനും, കൂടാതെ അദാനിക്ക് വേണ്ടിയിട്ടുള്ള ഫയലുകളിൽ അതീവ താല്പര്യത്തോടുകൂടി ഒപ്പിടാനും സദാ ജാഗ്രതയുള്ള ഒരു ഭരണകൂടമുണ്ട്. പക്ഷേ സാധാരണക്കാരനും പാവപ്പെട്ടവരും വേണ്ടി ഒരു ഭരണകൂടമില്ല. പിന്നെ റെജിനസ് ഉണ്ണിത്താനെ ഞാൻ അഭിനന്ദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, അത് വിട്ടുപോകരുത്. റെജിനസ് ഉണ്ണിത്താനെ നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്ത ഏറ്റവും നല്ല കാര്യം, അതിൽ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. കാരണം ഇന്ന് 20 കിറ്റുമായി ചെന്ന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ആ വിതരണം ചെയ്തപ്പോൾ നമ്മളെ കൊടി കാണുന്ന വിധത്തിൽ എടുക്കണമെന്നും അതുകൊണ്ട് അതെടുക്കാതെ വീഡിയോ എടുക്കരുതെന്നും, കൂടാതെ ഈ കിറ്റ് കൂടുതൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ പണ്ടാരം അവർക്കൊക്കെ കൊടുക്കണമല്ലോ എന്ന് പറയുന്ന ചില വീഡിയോ ബൈറ്റ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. എത്ര ആത്മാർത്ഥത, എത്ര അഭിനയം! ഈ അഭിനയത്തിൽ ഞാൻ നിങ്ങളെ യഥാർത്ഥത്തിൽ അനുമോദിക്കുന്നു. സത്യത്തിൽ നമ്മുടെ പൂക്കി ചിരി കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഒതുക്കി വെക്കാൻ കഴിയില്ല. ഈ പൂക്കി ചിരിയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു ചിരിക്കാത്ത മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എഫിഷ്യൻ്റായി ഈ കേരള ജനതയെ സംരക്ഷിക്കാൻ കരുതലുള്ള ഒരു മുഖ്യനുണ്ടായിരുന്നു എന്ന് ആളുകൾ സങ്കടത്തോടു കൂടി ഓർക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു, 2018 പ്രളയം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ നമ്മളൊക്കെ തന്നെ ഇവിടെ ആലോചിക്കാൻ പോലും വയ്യ. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ പണ്ടാരം എന്ന് പറയുന്ന ആ വാക്കുകളൊന്ന് കേൾക്കാം. ആ കോൺഗ്രസിന്റെ കിറ്റ് വിതരണം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പീൽ. കവർ കൊണ്ടുവന്ന കവർ പൊട്ടിപ്പോല്ലോ കേട്ടോ. അതെ അടി പിടിക്കാട്ടോ. ഈ ഭണ്ഡാരം വരുന്നവർക്കെല്ലാം കൊടുക്കണ്ടേ? എല്ലാവർക്കും. എന്റെ പൊന്ന് രജനീഷ് ഉണ്ണിത്താനെ, എനിക്ക് വിഷമമുണ്ട് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ കാണിക്കുന്നത്. ഒരു പ്രഹസനാണിത്. മാത്രമല്ല ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഈ ഒരു വിധത്തിലുള്ള മുന്നൊരുക്കമില്ലായിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി സ്പെഷ്യൽ സെക്രട്ടറിയായി അനുപമ എമ്മിനെ സർക്കാർ നിയമിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ജൂലൈ 31 ഈ മുന്നറിയിപ്പൊക്കെ വരുമ്പോൾ ഇതൊന്ന് ഏകോപിപ്പിക്കാനോ ചെയ്യാനോ ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ആരില്ല. ഏതാണ്ട് 6 ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർമാർ പോലും ഇല്ലായിരുന്നു. അതാണ് അവസ്ഥ. അതാണ് രജിനസ് ഉണ്ണിത്താൻ. ഇപ്പോൾ ഞാൻ തിരിച്ചെത്താം. ഒരു ഒറ്റ വാചകം ഞാൻ പറയേണ്ടതെന്ന് വെച്ചാണ്, പെട്ടെന്ന് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ് ഇല്ല. അജീം ഷാദെ, മന്ത്രിമാർക്ക് 2 മന്ത്രിമാർക്ക് പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇല്ല, പേഴ്സണൽ സ്റ്റാഫില്ല. ആ ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടില്ല. അപ്പം നമ്മൾ ഇനിയിപ്പോൾ കെ ബിജുവിന് അധിക ചുമതല നൽകിയേക്കാണ്. എന്തിൻ്റെയൊക്കെ? വനം വകുപ്പ്, പൊതുഭരണ വകുപ്പ്, കശുവണ്ടി വികസന വകുപ്പ് സെക്രട്ടറി, കൂടാതെ റവന്യൂ വകുപ്പിനെ കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ആ പുള്ളി നാട് വിട്ട് പോയില്ലെങ്കിലേ നമുക്ക് അതിശയമുള്ളൂ. ഓക്കെ, ശ്രീ രജനീഷ് ഉണ്ണിത്താൻ, ഇനിയും താങ്കൾ പറയുമോ ഈ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഈ ആരോപണം, മറ്റൊരു പ്രശ്നവും പ്രതിസന്ധിയും ഇന്ന് കേരളത്തിലില്ലെന്ന്? ഈ രാത്രി സമയത്ത് നമ്മൾ ചർച്ചയിൽ ഏർപ്പെടുത്തുമ്പോൾ പലരും ദുരന്ത മുഖത്ത് നിൽക്കുന്നവരാണ്. പലരും അതുമായി ബന്ധപ്പെട്ടവരെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും ഈ പോരാളി ഷാജി എന്നൊക്കെ പറയുന്ന സൈബർ ഇടങ്ങളിലൊക്കെ വരുന്നത് പോലെ ഒരു ചർച്ചയ്ക്കിടയ്ക്ക് ഈ പറയുന്ന കൊടി കെട്ടിയതും അല്ലെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങളുമൊക്കെ കാണിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള ചർച്ചകൾ മാറിപ്പോയി എന്നുള്ളതാണ്. കാരണം സർക്കാരിനെ നേരിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാനോ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനോ ഉള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ സൃഷ്ടികൾ കൊണ്ടുവന്നൊക്കെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ പോലും മാറി എന്നുള്ളത് വളരെ അതിശയകരമായ കാര്യമാണ്. നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രി
കഴിഞ്ഞ ദിവസം ആറന്മുളയിൽ പോയപ്പോൾ അവിടെ ഒരു വ്യാപാരി വന്നു. ആ വ്യാപാരിയുടെ ആവശ്യം എന്തായിരുന്നു? കഴിഞ്ഞ പ്രളയ സമയത്ത് വ്യാപാരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യാത്ത ഗവൺമെന്റിനെതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യാപാരിയുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത് കാണില്ല എങ്കിലും ഞാൻ പറയാം, അവരെ വരെ ചേർത്ത് പിടിക്കുവാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് പോകുന്നവർക്ക് 12 ലക്ഷം രൂപ ഉൾപ്പെടെ കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളതിനേക്കാൾ ഇരട്ടി കൃഷിനാശം സംഭവിച്ചവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. അതൊന്നും നിങ്ങൾ കാണുന്നില്ല. അതിനൊക്കെ അവിടെയെല്ലാം നിങ്ങൾ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നൊക്കെ നോക്കി ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് വളരെ പരിതാപകരമാണ്. 4 പേർ ഇവിടെ ഇങ്ങോട്ട് പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കത്തില്ല. ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവരെ ചേർത്ത് നിർത്തുന്ന ഗവൺമെന്റിനെ പറ്റിയാണ്, ആ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഇപ്പോ എനിക്ക് മുമ്പ് ജയചന്ദ്രൻ മാഷ് കുറെ കാര്യങ്ങളൊക്കെ അതിലേക്ക് വരാം. അതിനുശേഷം അതിലേക്ക് വരാം. എന്തിനാ നമ്മള് തർക്കിക്കേണ്ട കാര്യം എന്താ? ഞാൻ അതിലേക്ക് വരുവാണ്. ജയചന്ദ്രൻ മാഷ് 4 പേർക്കല്ലേ അജിംഷാദെ മറുപടി പറയേണ്ടത്? 4 പേർക്ക്, നിങ്ങൾ ഉൾപ്പെടെ 4 പേർക്കാണ് മറുപടി പറയേണ്ട ഒരാൾ. മനസ്സിലായില്ലേ? അപ്പോ അതിലേക്ക് ഞാൻ വരാം. ജയചന്ദ്രൻ മാഷ് പറയുകയാണ് ജില്ലാ ഭരണകൂടം എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ നടത്തുന്നു. മാഷ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ? മഹേന്ദ്രന്റെ കാര്യമാണോ അങ്ങ് പറയുന്നത്? കൈരളി ചാനലിൽ വന്നിരുന്നിട്ട്? അല്ല, അദ്ദേഹം മറന്നുപോയതാണോന്ന് അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോ കേട്ടില്ല. ഏതാണ്? ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ നടത്തുകയാണെന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. ഞാൻ അത് അതിശയിച്ചു പോയി. അദ്ദേഹം എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം മറന്നുപോയതായിരിക്കും. ജില്ലാ ഭരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പോയത്. മറവിയുടെ വലിയ ചന്ദ്രാധി തന്നെയാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇതാ പറയുന്നു, ജില്ലാ പഞ്ചായത്തിനെ അല്ല ഉദ്ദേശിച്ചത്, ജില്ലാ ഭരണകൂടം എന്ന് ഉദ്ദേശിച്ചത് കളക്ടറാണ്. കളക്ടറുടെ പേരദ്ദേഹം പറഞ്ഞു. ശ്രീ ജയചന്ദ്രൻ പെട്ടെന്ന് സെലക്ടീവ് അംനീഷ്യ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ആധുനിക കാലത്തുള്ള 21 അത് വലിയ പറഞ്ഞിട്ട് പോലും പറഞ്ഞില്ല എന്ന് പറയുന്നതിനകത്താണ് താങ്കളുടെ താങ്കൾ സ്നേഹത്തിന്റെ പുറത്ത് ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞ വലിയ കുതന്ത്രത്തിൽ ഞങ്ങൾ വീടില്ല. സമയം കളയാനായി, കണ്ടന്റിനെ മറികടക്കാനായി രജനി ഉപയോഗിക്കുന്ന ഈ മാനദണ്ഡം ജനങ്ങൾക്ക് മനസ്സിലാകും. റിവീൽഡ് ആവുകയാണ് രജനിയും കോൺഗ്രസ്. ഓക്കെ, താങ്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാം പെട്ടെന്ന്. അതല്ല, ഒരിക്കലും അല്ല. അജിംഷാദ്, നിങ്ങൾ ചർച്ച ചെയ്തൊന്ന് കേട്ട് നോക്കണം. നിങ്ങൾ ഇപ്പൊ വേണേ വാദിച്ചോ, ചർച്ച ചെയ്തൊന്ന് പേര് തന്നെ എടുത്തു പറഞ്ഞാണ്. ആ പേര് പറഞ്ഞു, ജില്ലാ കളക്ടറിനെ പറഞ്ഞു, അതുപോലെ ജില്ലാ ഭരണകൂടം കാട്ടിക്കൂട്ടലാണ് നടത്തുന്നത് അദ്ദേഹം പറഞ്ഞു. അത് വിട്, പോട്ടെ. ഞാൻ അദ്ദേഹത്തെ നോക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഈ സംസ്ഥാന ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ, താല്പര്യമില്ലാതെ ആ ജില്ലാ കളക്ടർ ആവർത്തിച്ച് പറയുന്നത്. പോട്ടെ, സാരമില്ല. വേറൊന്നും കേട്ടില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ നഷ്ടപ്പെട്ട് വേദനയിൽ നിൽക്കുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് 31 തീയതി 7/2026 ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ 1/8/2026 തന്നെ ഈ പറയുന്ന മത്സ്യവകുപ്പ് ആയാലും, മറൈൻ എൻഫോഴ്സ്മെന്റ് ആയാലും, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആയാലും, കോസ്റ്റ് പോലീസ് ആയാലും, ജില്ലാ ഭരണകൂടമായാലും ഉണർന്നവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇത് പറയേണ്ടി വരുന്നത് അത് ശരിയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായെങ്കിലും ഞാൻ പറയാണ്, നമ്മുടെ മുന്നത്തെ കണക്കൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ നിരന്തരമായി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കടലിൽ പോകുന്നവരെ മിസ്സിംഗ് ആയി പോകുന്ന സാഹചര്യങ്ങൾ, മുൻ വർഷങ്ങളുടെ സാഹചര്യങ്ങളും കൂടി പരിശോധിക്കണം. അത് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എങ്കിൽ പോലും 22-ലായിക്കോട്ടെ 26 പേര്, 24-ലായിക്കോട്ടെ 19 പേര്, 25-ലായിക്കോട്ടെ 19 പേർ. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. അത് അങ്ങനെ ആവാതിരിക്കുവാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് തന്നെ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണാം, താങ്കൾക്ക് കാണാമെങ്കിൽ സ്ക്രീനിൽ പത്തനംതിട്ടയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ
കാര്യങ്ങൾ ഞാൻ എന്താണ് പറഞ്ഞത്, താങ്കൾ എന്താണ് നടത്തുകയാണ്. പറഞ്ഞത്? പിന്നീട് നമുക്ക് ഒരു കാര്യം കൂടി, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി ചർച്ചയുടെ അവസാനമാണെങ്കിൽ ഒരൊറ്റ കാര്യം കൂടി, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം, സമയം കൊല്ലരുത് പ്ലീസ്. ക്ഷേമ പെൻഷൻ മോണകാട്ടിച്ചിരിക്കുന്ന പാവങ്ങളെന്ന്, അതായത് എല്ലാം പൊളിറ്റിക്കലായി നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി വ്യക്തിപരമായ ഒരു സന്തോഷത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്ക് പിണറായി വിജയനെ ഓർക്കുന്നു, മോണകാട്ടിച്ചിരിക്കുന്നവരുടെ സന്തോഷം എന്ന് അദ്ദേഹം ആ വ്യക്തിപരമായ ഉള്ളിൽ ആ സ്നേഹത്തോടുകൂടി പറയുന്ന വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ പറഞ്ഞെടുത്താണ് ആ മനുഷ്യരെ 62 ലക്ഷം മനുഷ്യരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ KN ബാലഗോപാൽ അടക്കം കേട്ടല്ലോ. അതെ, ഞാൻ പറയാണ്, അജിംഷാദ് അത് പറയാം. 62 മനുഷ്യരിലെ വീടുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതിൽ 22 ലക്ഷം പേരിൽ ഉള്ള ബാങ്കുകളിൽ കൂടെ 22 ലക്ഷം പേരാണ് ബാങ്കിൽ കൂടെ വാങ്ങിച്ചുകൊണ്ടിരുന്നതും ബാക്കിയുള്ളവർ വീടുകളിലേക്ക് ഈ പറയുന്ന ആളുകൾ കൊണ്ട് എത്തിക്കുകയായിരുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട്. അത് സുതാര്യമായി നടത്തുന്നതെന്നല്ലേ ഗവൺമെന്റ് പറഞ്ഞത്? അത് എവിടെ നിർത്തലാക്കുന്നതെന്ന് പറയുന്നത്? ബാങ്ക് അക്കൗണ്ടുകളില്ല, 90% ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള, വികലാംഗർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വീട്ടുകളിൽ കൊണ്ടു കൊടുക്കുന്ന രീതിയിൽ തന്നെ തുടരും. അതൊരു സുതാര്യ സംഭവമായി മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്നത്. നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി ആ വിതരണം നടത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട എന്താണ് പ്രശ്നം? എന്താണ്, ആർക്കാണ് പ്രശ്നം? എത്രയോ കേസുകളുണ്ട്, നമുക്കറിയാമല്ലോ. ഈ പെൻഷൻ കൊടുക്കുന്ന ട്രഷറിയിൽ നിന്ന് പെൻഷൻ വരുന്നു, അത് എല്ലാരും ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ല, ചില ബാങ്കുകൾ വെച്ച് താമസിപ്പിക്കുന്ന അവസ്ഥയുണ്ട് അജിംഷാദെ. അത് അറിയാൻ ഞാൻ വേണമെങ്കിൽ വിശദീകരണം തരാം. ഇതുമായി ബന്ധപ്പെട്ട് ചില ബാങ്കുകൾ ട്രഷറിയിൽ എടുക്കുവാൻ താമസിക്കുന്നു, അത് വ്യക്തിക്കാൻ താമസിക്കുന്നു, അത് കൊടുക്കുവാൻ താമസിക്കുന്നു. ആ രീതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ദിവസം ഒരു സമയത്ത് എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ് എനിക്ക് വേറെ ഇനിയിപ്പോ സമയമില്ലല്ലോ, ഞാൻ പറയട്ടെ. ലാസ്റ്റ് പോയിന്റോടെ പറയാം. എത്ര പേരാണ് ഈ പറയുന്ന പെൻഷൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ എത്ര പേരാണുള്ളത്? എത്ര പേരാണ്? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് അതുമായി 7 മാസത്തെ കടമ്പനാട്ടുള്ള ചന്ദ്രിക എന്ന് പറയുന്ന അമ്മയുടെ 7 മാസത്തെ മോഷ്ടിച്ച ബാങ്കിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. CPM-കാരനാ. അത് തിരിച്ചടക്കേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. അവരുടെ സാലറി തിരിച്ചു പിടിക്കുന്നതിലേക്കും പോയി. നാഷണൽ ഹെറാൾഡ് കേസുണ്ടായെന്ന് പറഞ്ഞ് കോൺഗ്രസിന് ആരെങ്കിലും പിരിച്ചുവിടുവോ? ഇല്ലല്ലോ. അതിലെ സംഭവങ്ങൾ മാറ്റിയിട്ട് നടക്കുമല്ലോ. അപ്പോൾ അത് വേണ്ട. അതായത് പെൻഷൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കമ്മിറ്റി കാണിച്ചുകൊണ്ട് ഈ 62 ലക്ഷം പേരെയും വഴിയാധാരമാക്കുന്ന നടപടി എടുത്തിട്ട് അങ്ങനെ ന്യായീകരിക്കില്ലേ? ശരി, താങ്കളുടെ വാദം വ്യക്തമാക്കി. ശ്രീ പി കെ ഗോപൻ, അതാണ് ക്ഷേമ പെൻഷന്റെ കാര്യം. നമുക്ക് ഇതുവരെ പ്രളയത്തിന്റെ കാര്യം, ക്ഷേമ പെൻഷന്റെ കാര്യം കൂടി എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കൂടി ഫോക്കസ് ചെയ്ത് ഞാൻ ക്ഷേമ പെൻഷനിലേക്ക് പെട്ടെന്ന് വരാം. അതിനു മുമ്പ് ശ്രീ രജിൻ പറഞ്ഞ 2 കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. ഒന്ന്, ഈ റൂം ഫോർ റിവർ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തെ അദ്ദേഹം കുറ്റപ്പെടുത്താൻ പരിശ്രമിച്ചു. അതിലൊരു കാര്യമുള്ളത്, അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് റൂം, ബാത്റൂം, ലിവിംഗ് റൂം, ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് പോലുള്ള റൂമാണെന്ന. അങ്ങനെയല്ല സുഹൃത്തെ. റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ ജലവാഹക ശേഷി വർദ്ധിപ്പിക്കൽ, ജലനിർഗമന ശേഷി വർദ്ധിപ്പിക്കൽ, വെള്ളത്തിന് സ്വതന്ത്രമായി നിൽക്കാനും ഒഴുകാനുമുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ. അതിന്റെ ഭാഗമായിട്ടാണ് 2018 പ്രളയത്തിന് തുല്യമായി 2025 വരെ നമ്മുടെ നാട്ടിൽ അതേപോലെ പ്രളയം ഉണ്ടായില്ലെങ്കിലും ആ പ്രളയത്തിന് ശേഷം വന്നിട്ടുള്ള എല്ലാ മഴക്കാലവും നമുക്ക് ഇത്തരം ദുരിതങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിച്ചത് ഗവൺമെന്റിന്റെ ആ കരുതലാണ്. 2026 നമ്മുടെ പൊഴി മുറിക്കുന്നതിനും വെള്ളം ഒഴുകുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ നിങ്ങൾ കഴിഞ്ഞില്ല. മാത്രമല്ല, ശ്രീ രമേശ് ചെന്നിത്തലയും ഇപ്പൊ ഒക്കച്ചങ്ങായി ആയിട്ടുള്ള കുമ്മനം രാജശേഖരനും കൂടി ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ട് കായലിൽ നിന്ന്, നമ്മുടെ തടാകത്തിൽ നിന്ന് മണ്ണ് വാരിയെടുത്തപ്പോ ആ മണ്ണ് വാരുന്നത് അഴിമതിയാണ്, പാരിസ്ഥിതിക പ്രത്യാഘാതം എന്ന് പറഞ്ഞ് അവസാനം സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഹരിത ട്രൈബ്യൂണലിൽ ഗതിയില്ലാതെ അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് കരയ്ക്ക് നിക്ഷേപിക്കാൻ പറഞ്ഞു. അങ്ങനെ നിക്ഷേപിച്ച മണ്ണിന്റെ ഭാഗമായിട്ടുള്ള ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം ശ്രീ അജിംഷാ നമ്മൾ ഓർക്കേണ്ടത്, കർണാടകത്തിൽ ഒരു ലോറി അപകടത്തിൽപ്പെട്ട് മണ്ണിടിഞ്ഞ് വീണ് ഒരു ഡ്രൈവർ മരിച്ചത് ഓർമ്മയില്ലേ? ആ ലോറി ഡ്രൈവർ മരിച്ചപ്പോ കേരളത്തിലുള്ള ഗവൺമെന്റ് 2-3 മന്ത്രിമാരവിടെ പോയി, കേരളത്തിലെ ഭരണകൂടം അവിടെ ചെന്നു, മുഖ്യമന്ത്രി ഇടപെട്ടു. നമ്മുടെ ഈ അതിജാഗ്രത കണ്ടുകൊണ്ട് കർണാടകത്തിലെ ആളുകൾ ചോദിക്കുകയാണ്,
ഇത് മന്ത്രിയുടെ ബന്ധുക്കൾ വല്ലവരുമാണോ മരിച്ചത്? മുഖ്യമന്ത്രിയുടെ ബന്ധുവാണോ മരിച്ചത്? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു ഡ്രൈവർ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ അന്നൊന്നും നോക്കും, കിട്ടിയില്ലെങ്കിൽ കളഞ്ഞു കളയും. ഇതാ കേരളക്കാർ എന്തൊരു ജാഗ്രതയാണ് ഒരു ഡ്രൈവറുടെ കാര്യത്തിൽ. നോക്കൂ, 4 മനുഷ്യജീവനുകൾ കടലിൽ പോയത്, 11 പേരെ നഷ്ടപ്പെട്ടു. അദ്ദേഹം കുറച്ചു പേരുടെ നേരത്തെ കഥ പറഞ്ഞു. കടലിൽ പോയ ആളുകൾ മരിക്കില്ല എന്നല്ല, ഗവൺമെന്റ് മാറിയാൽ ആളുകൾ കടലിൽ പോയാൽ മരിക്കും. പക്ഷെ ആ മൃതദേഹത്തോട് അത് കണ്ടെടുക്കുന്ന കാര്യത്തിൽ അതിന്റെ പിറകിലുള്ള ജാഗ്രത, ഈ ജിജി എന്ന പെൺകുട്ടിയുടെ ഒരു ജാഗ്രത, അതെ അതാണ് അല്ലെ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഈ രൂപത്തിൽ കേരളത്തിൽ കാണാതായ ആളുകളെ കണ്ടുപിടിക്കാനുള്ള ജാഗ്രത ഇങ്ങനെയുള്ള ഒരു അലസ നടപടിയല്ല നമ്മൾ സ്വീകരിച്ചെന്ന് ഓർക്കണമെന്നുള്ളതാണ്. ഇതാണ് കർണാടകത്തിലെ ഒരു ഡ്രൈവറുടെ. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, ശ്രീ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ ഇവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞില്ലേ ശ്രീ അജിം ഷാ? ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ സുനാമി ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഈ ആലപ്പാട് പഞ്ചായത്തിൽ നിന്ന് മൃതദേഹം ലോറിക്കകത്ത് കയറ്റി താലൂക്ക് ആശുപത്രി, കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കൊണ്ട് നിരത്തിയിടുമ്പോഴാണ്, ഞങ്ങളത് ചെറുപ്പക്കാരുടെ ഒരു ടീമാണ് പോയത്, നിരത്തിയിടുമ്പോഴാണ് ഒരു കാൽനട ജാഥയുമായി ബന്ധപ്പെട്ട ഞങ്ങളവിടെ പ്രദേശത്ത് കേന്ദ്രീകരിക്കേണ്ടി വന്നേ. അപ്പോഴായി സംഭവം ഉണ്ടാവുന്നേ. ഈ ലേ മെറിഡിയൻ ഹോട്ടലിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ട്, മകനോ മകളോ എനിക്ക് കൃത്യമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാർ അതുവഴി വരികയാണ്. അദ്ദേഹത്തിന് ഈ കാര്യം പോലും വേണ്ടത്ര മനസ്സിലാവുന്നില്ല. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, എന്ത് സംഭവിച്ചാലും ശരി ഇതിന്റെ പിറകിലുള്ളവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. ഈ സുനാമി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പുള്ളി പറയുക. അന്ന് അവിടെ മൃതദേഹം കയറ്റിക്കിടത്താൻ ഫ്രീസർ ഇല്ല. ആ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി നിങ്ങളിപ്പോ പോയാൽ 8 നിലയുള്ള കെട്ടിടം ഇപ്പൊ ഉടനെ പൂർത്തിയാകാൻ പോവുകയാണ്. അവിടുത്തെ സൗകര്യങ്ങൾ വളരെ വിപുലമായി മാറുകയാണ്. ഒരു ദുരന്തം പാഠമായി നമുക്ക് മാറണം. അത് പാഠമാകാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിലെ കുറവുകളും കുറ്റങ്ങളും നമുക്ക് മനസ്സിലാകണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡെയിലി ഈ ക്യാമ്പ് ഇല്ലാത്തവർക്ക് 7 ലക്ഷം കിറ്റാണ് LDFന്റെ കാലത്ത് കൊടുത്തത്. 20 കിറ്റ്, 700,000 കിറ്റ് കൊടുത്ത സ്ഥലത്ത് 20 കിറ്റ് കൊടുത്തപ്പോഴാണ് പണ്ടാരങ്ങൾക്ക് ഇനിയും കൊടുക്കണമല്ലോ എന്ന്. ഇവരുടെയൊക്കെ മനസ്സിരിക്കുന്നത് എന്താ? ഇവരുടെ ജനസ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്ര അഭിനയാകാവോ? 980-ൽ 45 രൂപ വൃദ്ധരായ കർഷക തൊഴിലാളികളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് സഖാവ് EK നായനാർ പറഞ്ഞു, ഇത് 10 വാങ്ങിക്കാനുള്ള കാശില്ല, വീട് വെക്കാനുള്ള കാശില്ല, പക്ഷെ കട്ടൻ ചായ കുടിക്കാൻ ഇത് തികയും. അത്യാവശ്യം മരുന്ന് വാങ്ങിക്കാൻ 46 കൊല്ലം മുമ്പുള്ള 45 രൂപയാ. അത്യാവശ്യം മരുന്ന് വാങ്ങിക്കാൻ നിങ്ങൾക്ക് തികയും. ശ്രീ K കരുണാകരൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്ക് മൈതാനത്തിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് ഇത് കൊടുക്കുന്നത് പ്രത്യുൽപാദനപരമല്ല. നായനാരുടെ കൊല്ലത്ത് വന്നുള്ള മറുപടി, 60 വയസ്സ് കഴിഞ്ഞവർ ഇനി എന്തോ ഉൽപ്പാദിപ്പിക്കാനാ കരുണാകരനാ, അവര് കൊണ്ടുപോയി ചായ കുടിക്കട്ടെ. ആ 45 രൂപ VS അച്യുതാനന്ദന്റെ കാലത്ത് 500 ആകുന്നു. ഉമ്മൻചാണ്ടി സാറ് വന്നപ്പോ 100 കൂട്ടുന്നു, അത് കൊടുക്കുന്നില്ല. ശ്രീ പിണറായി വിജയൻ വരുമ്പോ അത് 2500 ആകുന്നു. എന്റെ രജനെ, ഇത് ബാങ്ക് വഴി കൊടുക്കുന്നത് ജനങ്ങളോട് ചോദിച്ചിട്ടാണ്. നിങ്ങൾക്ക് നേരിട്ട് വീട്ടിൽ തരണോ, ബാങ്കിൽ പോയി വാങ്ങിക്കുന്നോ? അന്ന് ജനങ്ങളുടെ മുമ്പിൽ റഫറൻഡം നടത്തി, ജനങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്തു. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താ? നിങ്ങൾ ഏതു വഴിയോ കൊടുക്കൂ, സഹകരണ ബാങ്ക് വഴി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയി വൃദ്ധരായ ആളുകൾ ഈ കർഷക തൊഴിലാളി പെൻഷനോ വിധവാ പെൻഷനോ അഗതി പെൻഷനോ വാങ്ങൽ നടക്കില്ല. അവർ പ്രായമേറിയവരാണ്, അത് മിസ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അവരുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുത്തു. 60 ലക്ഷം മനുഷ്യരുടെ കൈകളിൽ ഇത് വച്ചു കൊടുത്തത് നിങ്ങൾ അത് നിഷേധിച്ചാലുണ്ടല്ലോ ആ കളി മാറും. അപ്പൊ ഭരണം കയറിയിട്ട് 3 മാസമായുള്ളതൊന്നും ആരും കണക്കൂട്ടത്തില്ല. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ചിരിക്കുന്നില്ല, കെട്ടിപ്പിടിക്കുന്നില്ല, പുഞ്ചിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 3.5 കോടി മലയാളികളെ ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റിനെ നിങ്ങൾ പുറഞ്ചം നിങ്ങളുടെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി താഴെ ഇറക്കിയിട്ട് ഈ ജനങ്ങളെ വഞ്ചിക്കാനും പറ്റിക്കാനുമാണ് നിങ്ങൾ കൊണ്ട് നിൽക്കത്തില്ല. അത് അവിടെ കൊണ്ട് നിൽക്കില്ല. ജനങ്ങളെ അല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കാൻ ജയചന്ദ്രൻ സാറിലേക്ക് ചക്രവാണിയിലേക്ക് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ സമയം അതിര് കടന്നുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. പ്ലീസ് ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തോണ്ടല്ലേ 99 സീറ്റ് നമുക്ക് കിട്ടിയപ്പോ LDFന് കിട്ടിയപ്പോ ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നിങ്ങൾ ബഹിഷ്കരിച്ചത് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ? നിങ്ങൾ അന്ന് അതിനെ അംഗീകരിച്ചില്ല. ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുത്തു. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സതീശൻ എന്നല്ല പേര്. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സതീശൻ പേരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഞങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു. ഇതാണ് സ്ഥിതി. തീർച്ചയായും. കാരണം ഈ ബൈബിളിലെ വചനം പോലെ
ഒട്ടകം സൂചിമുനയിലൂടെ കടന്നു പോകുന്നത് പോലെ പ്രയാസമാണ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെയാണ് വി ഡി സതീശൻ. ഈ രീതിയിൽ പോയാൽ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കടന്നു കയറാനാകില്ല.